കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുകയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ LDF, UDF വിജയ സാധ്യതകളെ കുറിച്ചാണ്. ഇന്ന് നമ്മുടെ കൂടെ ചർച്ചയ്ക്കുള്ളത് ശ്രീ ജിജോ ജോർജും ശ്രീ സൂരജ് അത്തിപ്പറ്റയും ശ്രീ ആസാദ് ജൈനുമാണ്. നമസ്കാരം. എൻ്റെ ആദ്യ ചോദ്യം എന്ന് പറയുന്നത് സൂരജ് അത്തിപ്പറ്റയോടെയാണ്. സർ, കാസർഗോഡ് ജില്ലയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന് നേരിയ മുൻതൂക്കം ലഭിച്ചിരുന്നു. ഇത്തവണ വിജയ സാധ്യത എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്? കഴിഞ്ഞ തവണ നേരിയ മുൻതൂക്കമല്ല, വ്യക്തമായ മുൻതൂക്കം LDFന് കാസർഗോഡ് ജില്ലയിൽ ഉണ്ട്. അത് തുടരും. അതിൽ സംശയം ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. കഴിഞ്ഞ തവണ ഉദുമ, തൃക്കരിപ്പൂര്, അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് മണ്ഡലങ്ങൾ വ്യക്തമായ ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് LDF ജയിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കാസർഗോഡ് മണ്ഡലത്തിൽ കൃത്യമായിട്ടുള്ളൊരു എഡ്ജ് LDFന് ഉണ്ട്. പിന്നെ മഞ്ചേശ്വരവും കാസർഗോഡ് മണ്ഡലങ്ങളുമാണ്. ഈ രണ്ട് മണ്ഡലങ്ങളിലും കാലങ്ങളായിട്ട് UDF ജയിച്ചു വരുന്ന മണ്ഡലങ്ങളാണ്. വെറുതെ ഒരു വാദത്തിന് ഞാനത് ജയിക്കുമെന്നുള്ള അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. മഞ്ചേശ്വരത്ത് UDFും അതുപോലെ BJPയും തമ്മിലുള്ള ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമാണ്. അതിന്റെ സ്ഥിതി എന്താണ് എന്ന് ഇപ്പോൾ പറയാൻ വയ്യ. പക്ഷെ LDF നിലവിലുള്ള സീറ്റുകൾ ഉറപ്പായിട്ടും വിജയിക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. കേരള സർക്കാർ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന മുന്നേറ്റങ്ങളുടെ തുടർച്ചയായിരിക്കും. ആ മുന്നേറ്റം, ആ ഒരു ഇന്നിങ്സ് തുടരണം എന്നുള്ളത് തീർച്ചയായിട്ടും കാസർഗോഡിലെ ജനങ്ങളും ആഗ്രഹിക്കും എന്നുള്ളതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. അതിന്റെ ഭാഗമായി കേരളത്തിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ LDF അധികാരത്തിൽ വരുമ്പോൾ അതിന്റെ തുടക്കം കുറിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് സപ്തഭാഷാ സംഗമ ഭൂമിയായിട്ടുള്ള കാസർഗോഡ് തന്നെയായിരിക്കും. അവിടെ മികച്ച വിജയത്തോടെ LDF കേരളത്തിലെ 3ാം വട്ടത്തിന് തുടക്കം കുറിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും വിജയ സാധ്യത ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് സർ പറയുന്നത്? തീർച്ചയായിട്ടും വിജയത്തിൽ നമ്മൾ സംശയിക്കേണ്ട കാര്യം എന്താണുള്ളത്? ഇപ്പോ നിങ്ങൾക്ക് എല്ലാവരും ഇപ്പൊ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വികസനത്തിന്റെ കാര്യത്തിൽ ഇത്രയും വികസനങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു സർക്കാർ ഏതാണുള്ളത്? പലപ്പോഴും ആളുകളെടുത്ത് ചോദിക്കുമ്പോൾ ആളുകൾ പറയുക 10 വർഷം ഇവർ ഭരിച്ചില്ലേ, ഇനിയൊന്നും മാറട്ടെ എന്നുള്ളതാണ്. അങ്ങനെയല്ലല്ലോ നമ്മളൊരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു നാടിന്റെ വികസനമായിരിക്കും ജനങ്ങൾ ആഗ്രഹിക്കുക. ആ വികസനമാണ് കഴിഞ്ഞ 10 വർഷങ്ങളായിക്കൊണ്ട് പറഞ്ഞത് പ്രകാരം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, 2 പ്രകടന പത്രികകൾ LDF നടപ്പിലാക്കി കഴിഞ്ഞു. 2 എണ്ണമാണ് മുന്നോട്ട് വെച്ചത്. ഏതാണ്ട് 600ഓളം കാര്യങ്ങളാണ്. അത് മുഴുവൻ പറയാൻ നമുക്ക് സമയമില്ല. എന്നിരുന്നാലും 600ഓളം കാര്യങ്ങൾ മുന്നോട്ട് വെച്ച 2 പ്രകടന പത്രികകളും എണ്ണം പറഞ്ഞ് നടപ്പിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നും നടപ്പിലാക്കാൻ ബാക്കിയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുവാനില്ല. അപ്പൊ അത്തരത്തിൽ ഒരു മികച്ച ഇന്നിങ്സ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെടുത്ത് നിങ്ങളിപ്പോ റിട്ടയർ ചെയ്യൂ, ഞാൻ അടുത്ത ബാറ്റ്സ്മാൻ ഇറക്കട്ടെ എന്ന് നമ്മൾ ആരെങ്കിലും പറയില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ജനങ്ങളുടെ മുൻപിൽ ഈ കാര്യങ്ങൾ വസ്തുതയായിട്ട് നിൽക്കുകയാണ്. പലപ്പോഴും ആളുകൾ പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾ 2 തവണ ഭരിച്ചില്ലേ, ഞങ്ങൾക്കൊരു അവസരം കൊടുക്കൂ. അങ്ങനെയല്ലല്ലോ, നമ്മൾ ഒരിക്കലും അങ്ങനെയല്ല കാണുന്നത്. എന്താണ് ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നില്ലെന്നാണോ? ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്ന നാടിന്റെ മാറ്റമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നാടിന്റെ മുന്നേറ്റമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ മുന്നേറ്റം അവർ നിങ്ങൾ ഇപ്പൊ കാസർഗോഡ് കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ വെറുതെ നമ്മുടെ തലപ്പാടി ചെങ്കള റീച്ചിൽ കൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ അത് കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ മറിച്ചൊന്ന് ചിന്തിക്കുമോ? അവിടുത്തെ മലയോര ഹൈവേ, തീരദേശ ഹൈവേ ഇതൊക്കെ നടപ്പിലാവുകയാണ്. പുതിയ പദ്ധതികൾ, മെഡിക്കൽ കോളേജ് നടപ്പിലാവുകയാണ് കാസർഗോഡ്. അപ്പോ ഓരോ കാര്യങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെ നിങ്ങൾ എന്തിന്റെ പേരിലാണ് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നത്? അതോ നിങ്ങൾക്ക് ഈ വികസനം തുടരുകയാണോ വേണ്ടത്? എന്താണ് ജനം ആഗ്രഹിക്കേണ്ടത്? നമ്മൾക്ക്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു നല്ല ഇന്നിങ്സ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാറ്റ്സ്മാനെ ആരെങ്കിലും തിരിച്ചു വിളിച്ചുകൊണ്ട് ഓക്കെ അടുത്ത ആൾക്കൊരു അവസരം കൊടുക്കൂ എന്ന് പറയൂ? അതോ ആ ഇന്നിങ്സ് ഏറ്റവും മികച്ച രൂപത്തിൽ ഒരു നാടിന്റെ ഡെവലപ്മെന്റ് ആണ്, ഒരു നാടിന്റെ വികസനമാണ്, ഒരു നാടിന്റെ ഭാവിയാണ്, വ്യക്തമായ വിഷനോട് കൂടിയിട്ട് വികസന പദ്ധതികളോട് കൂടിയിട്ട് ഒരു സർക്കാർ ഇച്ഛാശക്തിയോട് കൂടി നടപ്പിലാക്കുന്ന ഭരണ നേട്ടങ്ങളാണ്, വികസന പദ്ധതികളാണ് ഞങ്ങൾ ഈ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. അതിൽ എന്താണ് നമുക്ക് എതിർപ്പ് എന്ന് പറയാനുള്ളത്? പിന്നെ എതിർപ്പ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണപ്രചാരണങ്ങളാണ്. അത്
ഫലം കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ മുനിസിപ്പൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ, ലോക്കൽ ബോഡി ഇലക്ഷനിൽ അതിന്റെ ഫലം കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും അതിനെ കവർ ചെയ്യുന്ന രൂപത്തിലുള്ള മികച്ച പ്രവർത്തനമാണ് LDF തുടങ്ങിക്കഴിഞ്ഞു ആ പ്രവർത്തനം. കാരണം ആ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ പറ്റിയിട്ടുള്ള പാളിച്ചകൾ മനസ്സിലാക്കിക്കൊണ്ട്, ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്ന കാര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങളെ അഭിമുഖീകരിക്കുകയാണ്, ഈ വികസന നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മള് ഇപ്പോ UDF പറയുന്നത്, ഞാൻ UDFനെ കുറച്ച് കാണുന്നില്ല, UDFന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കാണുന്നില്ല, UDF ഇല്ലാതെയാകണം കേരളത്തിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്താണ് UDF ചെയ്യുന്നത്? ഈ പ്രചരണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇവരുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കൂടുതൽ നുണകൾ പറയുക എന്നുള്ളതാണ്. ക്ഷമിക്കണം അങ്ങനത്തെ ഒരു പദപ്രയോഗം നടത്തുന്നത്. പക്ഷെ അങ്ങനെയാണ് അവരുടെ, നമുക്ക് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിസ്റ്റിനെ വെച്ചുകൊണ്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ജനങ്ങളോട് നേരിട്ട് ഇടപഴകിക്കൊണ്ടാണോ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്? ഇപ്പോ UDFന്റെ കാര്യം നോക്കുമ്പോൾ നിങ്ങൾക്കിപ്പോ ഈ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യം മുതൽ ഇങ്ങോട്ട് ഉണ്ടായിട്ടുള്ള വിഷയങ്ങളാണ്. ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇപ്പോ നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ, അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ് ജനങ്ങളിലേക്ക് UDF, എന്താണ് കഴിഞ്ഞ ഈ 10 വർഷക്കാലത്ത് UDF കേരളത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ളത്? ഒരു അഴിമതി ആരോപണം പോലും ഈ സർക്കാരിനെതിരെ ഉന്നയിക്കാനില്ല. അത്രയും ക്ലീൻ സ്ലേറ്റിലാണ് ഞങ്ങൾ ജനങ്ങളെ നേരിടുന്നത്. അടിസ്ഥാനരഹിതമായിട്ട് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് വസ്തുനിഷ്ഠമായിട്ട് തെളിയിക്കപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും സമരങ്ങൾ ഈ നാട്ടിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. അപ്പോ വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ആണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പിന്നെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടി, അതല്ലെങ്കിൽ വലിയ തിരിച്ചടി എന്ന് പറയാൻ കഴിയില്ല, പക്ഷെ ഞങ്ങൾ മികച്ച റിസൾട്ട് പ്രതീക്ഷിച്ചിരുന്നു. എന്നിരുന്നാലും ഞങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ട് അല്ല ഞങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. അവിടെ എന്തൊക്കെയാണ് ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള പാളിച്ചകൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ ശക്തമായ മുന്നൊരുക്കത്തോടു കൂടി തന്നെയാണ് LDF നേരിടുന്നത്. അതിന്റെ ഉജ്ജ്വലമായ വിജയം LDFന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ ഓക്കെ സർ. ജിജോ സർ, സാറിന് എന്താണ് പറയാനുള്ളത്? കാസർഗോഡ് ജില്ലയിൽ ഇത്തവണത്തെ ഒരു UDFന്റെ വിജയ സാധ്യത എന്തായിരിക്കും? ഈ ശ്രീ സൂരജ് കാസർഗോഡുകാരനാണോ? അല്ല, ഞാൻ മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ല. അപ്പം കാസർഗോഡിനെ കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ടാണ് താങ്കൾ എങ്ങനെ പറഞ്ഞത്. കാസർഗോഡ് ജില്ലയിലെ വികസിത സ്ഥലങ്ങൾ എന്ന് പറയുന്നത് എടുത്തു പറയാൻ പറ്റുന്ന ഒന്നുമില്ല. കുറെ ആദിവാസി കോളനികളുണ്ട്. അവിടങ്ങളിലൊന്നും ഈ CPM പാർട്ടി എന്ന് പറയുന്നത് അവിടെ കടന്നു പോകാത്തതാണ്. അവിടെ ഉള്ളത് പാർട്ടിക്കാർക്ക് മാത്രമേ അവിടെ പ്രയോജനമുള്ളൂ. അല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ടുള്ള ഒരു വികസന വളർച്ചയെന്ന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല കാസർഗോഡ് ജില്ലയിൽ. ഇപ്പം ഞാൻ എൻ്റെ സങ്കല്പത്തിൽ, എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഇപ്പം കാസർഗോഡ് നല്ല ശക്തരായ ഇപ്പം കാൻഡിഡേറ്റ്സ് ആണ് ഇപ്പം കോൺഗ്രസിൻ്റെ ഉള്ളത്. പ്രത്യേകിച്ചും സന്ദീപ് വാര്യർ ഉള്ളത്. മിക്കവാറും ഒരു 90% വിജയിക്കും എന്നുള്ളതാണ് എൻ്റെ സ്വന്തമായ ഒരു അഭിപ്രായം. 10% എന്ന് പറയുന്നത്, ആ 10% പല കാസർഗോഡ് ജില്ലയിലെ പല CPM കോട്ടകളിലെ ബൂത്തുകളിൽ ഈ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ഇരിക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പം കയ്യൂര് മടിക്കെ പോലെ പഞ്ചായത്തുകളിൽ കോൺഗ്രസിന് ആൾക്കാർക്ക് ഇരിക്കാനോ പോകാനോ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. അവിടങ്ങളിൽ അവർക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാലും അവിടുത്തെ പൊളിറ്റിക്കൽ ഉദ്യോഗസ്ഥർ അവർക്ക് അനുകൂലമായിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് ജീവനെ പേടിച്ചിട്ടാണ് അവരവിടുന്ന് പോകുന്നത്. അപ്പം ആ ഒരു 10% അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാം. പിന്നെ കാഞ്ഞങ്ങാട് സംബന്ധിച്ചിടത്തോളം അവിടെ CPMന് ആധിപത്യമുള്ള ഒരു സ്ഥലമാണ്. അവിടെ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യവും മാറ്റം അനുസരിച്ച് ചിലപ്പം അവിടെയും ഒരു വിജയം പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല എനിക്കിവിടെ. പിന്നെ ഉള്ളത് കാസർഗോഡ് ഇതാണ്. കാസർഗോഡ് ഒന്നും പറയണ്ട, അത് അവിടെ കോൺഗ്രസ് തന്നെ വിജയിക്കും. പിന്നെ അവിടെ ഒന്നും പറയാനില്ല. അവിടെ മുസ്ലിമിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഉള്ളത്. അവിടെ ഒന്നും പറയാനുള്ള 100% അവിടെ വിജയമാണ്. പിന്നെ മഞ്ചേശ്വരത്ത് ഇതിനു മുമ്പുള്ള പല തിരഞ്ഞെടുപ്പിലും അവിടെ CPM മുസ്ലിമിന് അനുകൂലമായിട്ട് പല ആൾക്കാരും അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട്.
എന്നുവെച്ചാൽ BJP വരാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ചെറിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കാതെ പോയത്. ഈ പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ മിക്കവാറും കോൺഗ്രസ് തന്നെ അവിടെ വിജയിക്കും. അത് അവിടുത്തെ CPM-മാരായ മുസ്ലിം ജനതയുടെ വോട്ടിന്റെ താല്പര്യം പോലെ ഇരിക്കും. പിന്നെ BJP അവിടെ ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കുക തന്നെ ഉറപ്പാണ്. വെച്ചാൽ കർണാടകത്തിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടും നേതാക്കന്മാർ വന്നിട്ട് അവിടെ പിന്നെ പൈസ എറിഞ്ഞുള്ള പ്രവർത്തനമൊക്കെ ചെയ്യും അത്. അതുകൊണ്ട് അവിടെ നമുക്ക് അവിടെ എന്നാലും കോൺഗ്രസ് മുസ്ലിം ലീഗ് വിജയിക്കുന്ന UDF വിജയിക്കുന്നുള്ളതാണ് എൻ്റെ 100% വിജയം. പിന്നെ അതാണ്. പിന്നെ കൂടുതലും പിന്നെ കോൺഗ്രസിൻ്റെയും ചില പഞ്ചായത്തുകൾ കോൺഗ്രസിനും ഉണ്ട്, ചില പഞ്ചായത്തുകൾ പിന്നെ CPM-നും ഉണ്ട്, CPM-നൊക്കെ ഉണ്ട്. പക്ഷെ CPM ഇപ്പം ചില CPM പഞ്ചായത്തിൽ ഉണ്ടെങ്കിൽ പോലും കൂടുതൽ ജനങ്ങൾ ഇപ്പം കോൺഗ്രസിനാണ് ഒരു വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടൊരു 4 സീറ്റ് കോൺഗ്രസ് കിട്ടും എന്നുള്ളതാണ് എൻ്റെ സ്വതചിന്തമായ അഭിപ്രായം. അവിടുത്തെ ആ നാട്ടിൽ താമസിക്കുന്ന ആളെന്നുള്ള നിലയിലും അവിടുത്തെ ഞാനും പ്രവർത്തിച്ചിട്ടുണ്ട് അവിടെ കാസർഗോഡ് ജില്ലയിൽ. ഞാൻ നീലീശ്വരം പിന്നെ താമസിച്ചുകൊണ്ട സമയത്ത് പഞ്ചായത്ത് ഇലക്ഷനിൽ പ്രവർത്തിച്ചിട്ട് എൻ്റെ വീടിന് കല്ലെറിഞ്ഞിട്ടുണ്ട്, എൻ്റെ വണ്ടി അടിച്ച് തകർത്തിട്ടുണ്ട്. അങ്ങനെ പല സംഭവവാസങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ഏത് രീതിയിൽ ചിലപ്പോൾ അവിടെ ഒരു വിജയിക്കുന്ന ഒരു കോൺഗ്രസ് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ അക്രമം വരെ ഉണ്ടാകാനുള്ള സാഹചര്യം അവരവിടെ ക്രിയേറ്റ് ചെയ്യും. പ്രത്യേകിച്ച് പാർട്ടി ഗ്രാമങ്ങളിൽ അവിടെ ഇഷ്ടം പോലെ, അവിടെയും കാസർഗോഡ് ജില്ലയിലുണ്ട് ചില പാർട്ടി ഗ്രാമങ്ങളിൽ. ഇപ്പം കയ്യൂര്, ഇപ്പം പിന്നെ മടിക്ക പോലുള്ള കാര്യങ്ങൾ അവിടെയൊക്കെ വളരെ ശക്തമാണ് CPM. പക്ഷെ ആ നിലയിൽ പോലും അവിടെ പോലും കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഉണ്ണിത്താന് ഭൂരിപക്ഷം കിട്ടിയിരുന്നു, അവിടെ വലിയ ഒരു വോട്ട് കിട്ടിയിരുന്നു അവിടെ. അതാണ് എൻ്റെ സ്വതചിന്തമായ ഒരു അഭിപ്രായം. ഓക്കെ, പിന്നെ ഇപ്പം സന്ദീപ് വാര്യർ വരികയാണല്ലോ തൃക്കരിപ്പൂരിൽ സ്ഥാനാർത്ഥിയായിട്ട്. ഉം. അപ്പോ ഒരു വിജയ സാധ്യത കൂടുമോ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ തീർച്ചയായിട്ടും VP സന്ദീപ് വാര്യർ ഞാൻ മുസ്തഫ പറഞ്ഞല്ലോ, മണ്ഡലിൽ ഒരു നിർത്തുമോ? 90% വിജയ സാധ്യത സന്ദീപ് വാര്യർക്കുണ്ട്. 10% അവിടെ എന്തെങ്കിലും ഒരു കൃത്രിമം കാണിച്ച് അതിൽ എന്തെങ്കിലും സാഹചര്യത്തിലൂടെ വേണമല്ലേ തൊഴിൽ സംഭവിക്കാം എന്നുള്ള എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ നല്ലൊരു സപ്പോർട്ടാണ് ഇപ്പം നിലവിലെ ഇവിടെ കഴിഞ്ഞ പിന്നെ ഒരാഴ്ച മുമ്പ് അവിടെ കേരള കോൺഗ്രസിന്റെ ജെറ്റോ എന്ന് പറഞ്ഞ ഒരു ജില്ലാ സെക്രട്ടറി ആയിരുന്നു അവിടെ പ്ലാൻ ചെയ്തിരുന്നു. ഇപ്പം ഭയങ്കര പ്രചരണമായിരുന്നു. അദ്ദേഹം ജെറ്റോന്റെ ഒരു അടുത്ത ക്ലോസ് കൂട്ടുകാരനും പിന്നെ അടുത്തുള്ള ആളുമാണ്. പക്ഷെ അവിടെ മാറി തിരിക്ക് സന്ദീപ് വാര്യർ ഒരു ശക്തമായ ഒരു നേതാവ് തന്നെയാണ് P മുസ്തഫയ്ക്കെതിരായിട്ട്. മഞ്ചേശ്വരം മണ്ഡലത്തില് UDF-ലെ AK അഷ്റഫും പിന്നെ ഇടതുമുന്നണിക്ക് വേണ്ടി KR ജയനന്ദനാണ് മത്സരിക്കുന്നത്. അപ്പോൾ K സുരേന്ദ്രനാണ് ഇത്തവണ BJP-ക്കായി മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. അപ്പോൾ 2016 വരെ എനിക്ക് തോന്നുന്നു 89 വോട്ടുകൾക്കും 2021 745 വോട്ടുകൾക്കും പരാജയപ്പെട്ട ഈ മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കുക എന്നത് BJP-യെ സംബന്ധിച്ചൊരു അഭിമാന പ്രശ്നം തന്നെ അഭിമാന പ്രശ്നമായിരിക്കോ സൂരജ്? അല്ല, നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിന് ഒരു ദേശീയ മാനമുണ്ട്. നമ്മൾ അത് കാണാതെ പോകരുത്. BJP-ക്കെതിരെ ശക്തമായ പ്രതിരോധം ഉയർത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ ചെറുതാണെങ്കിലും ഉള്ള തലത്തിരുന്നു കൊണ്ട് തന്നെ CPM ആണിത് ചെയ്യുന്നത്. അതിന്റെ ഉത്തമ ഉദാഹരണം ഇദ്ദേഹം ഇപ്പോ നേരത്തെ ജിജോ പറഞ്ഞു, എങ്ങനെയാണ് UML-ന്റെ സ്ഥാനാർത്ഥികൾ മഞ്ചേശ്വരത്ത് ജയിച്ചു പോകാറ് എന്നുള്ളത്. അപ്പോ ഇടതുപക്ഷത്തിന്റെ പ്രതിബദ്ധത എന്താണ് ഈ നാട്ടിലെ ജനസമൂഹത്തോട്, വർഗീയതയ്ക്കെതിരെ ഇടതുപക്ഷം എടുക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളത് അവിടെ കൃത്യമാണ്. അപ്പോ ഇപ്പോ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിന്റെ മുൻപിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ എന്താണ്? തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്ത പല സ്ഥാനാർത്ഥികളും പിന്നെ KPCC-യുടെ മുൻ അധ്യക്ഷൻ വരെ ഒരു കാല് BJP-യിലേക്ക് വെച്ചിട്ടാണ് തിരിച്ചു കയറിയിട്ടുള്ളത്. അപ്പോ അത്തരത്തിൽ BJP-യോട് സമവായം പുലർത്തുന്ന നോക്കൂ, അവിടെ ഇപ്പോ തൃക്കരിപ്പൂരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആരാണ്? പിന്നെ സന്ദീപ് വാര്യരാണ്. എവിടുന്ന് എങ്ങോട്ട് ചാടിയ ആളാണ്. അപ്പോ ഇവർ തമ്മിലുള്ള ഒരു കോലീബി സഖ്യം എല്ലാ കാലത്തും നിലനിൽക്കുകയാണ്. അപ്പോ CPM-നെ സംബന്ധിച്ചിടത്തോളം വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത നിലപാടുകൾ തന്നെയാണ് എല്ലാ കാലത്തും എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അറ്റത്ത് നിന്നുകൊണ്ട് പ്രതിരോധത്തിന്റെ ഒരു ചൂട്ടുകറ്റ കത്തിക്കുന്നത്
ഇടതുപക്ഷം മാത്രമാണ്. ഈ വർഗീയതയ്ക്കെതിരെ, ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെയും കടുത്ത നിലപാടുകൾ എടുത്തുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഒരു തരത്തിലുള്ള വർഗീയ കലാപങ്ങളുടെയും വിളഭൂമിയാകാതെ സംരക്ഷിച്ചത് ഇടതുപക്ഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ആ നിലപാട് തന്നെയാണ് ഓരോ സ്ഥലത്തും തുടരുന്നത്, അത് തുടരുക തന്നെ ചെയ്യും. ഇപ്പോ ഇദ്ദേഹം നേരത്തെ പറഞ്ഞൊരു കാര്യം, കൃത്രിമത്വം നമ്മൾ അവിടെ കാണിക്കുകയാണെങ്കിൽ പിന്നെ ഇവര് പിന്നെ തോൽക്കുമെന്ന്. നോക്കൂ, രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിച്ച കാര്യമാണ് അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ കൃത്രിമത്വം കാണിക്കുകയാണെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ ഭൂരിപക്ഷം കിട്ടുമായിരുന്നുവോ? ഇല്ലല്ലോ. അപ്പൊ ജനം വോട്ട് ചെയ്യുന്നത്, ഇപ്പൊ നോക്കൂ, കഴിഞ്ഞ നിരവധി സർവേകളിൽ നമ്മൾ കണ്ടു കേരളത്തിലെ ഓരോ MLA-മാർക്കും ഉണ്ടാകുന്ന ജനപ്രീതി എന്താണെന്നുള്ളത്. ഇടതുപക്ഷത്തിന്റെ MLA-മാരുടെ ജനപ്രീതി എത്രത്തോളം ഉയരത്തിലാണ് എന്നും അവർ ഓരോ മണ്ഡലത്തിലും ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നും ജനം നേരിട്ട് കാണുകയാണ്. ഇത് അവരോട് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കാൻ പോകുന്നത്. അപ്പോ മലയോര ഹൈവേ ആയാലും തീരദേശ ഹൈവേ ആയാലും കാസർഗോഡ് മെഡിക്കൽ, ഇതൊന്നും ജിജോ കാണുന്നില്ല എന്നുള്ളൊരു പരാതി എനിക്കുണ്ട്. പിന്നെ മലയോര ഹൈവേ നോക്കൂ, ഇത് പൂർത്തിയായിട്ടില്ല. പല സ്ഥലങ്ങളിലും പൂർത്തിയാകാത്ത അനവധി സ്ഥലങ്ങൾ ഞാൻ സ്ഥലം പറഞ്ഞുതരാം. അംഗീകരിക്കുന്നു, ഉണ്ടല്ലോ. നമ്മൾ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞ ആ സ്ട്രെച്ച് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഉണ്ട്. നമ്മുടെ നാട് എന്ന് പറഞ്ഞ ശക്തമായ മഴയുള്ള ഒരു സ്ഥലമാണ്. മണ്ണിന്റെ ഉറപ്പിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇതിന്റെ ഒക്കെ ഇടയിലും പിന്നെ ത്വരിതഗതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജനം കാണുന്നുണ്ട്, നമ്മുടെ മുൻപിൽ ഈ വസ്തുതകൾ നിൽക്കുകയാണ്. അപ്പൊ അത് വെച്ചുകൊണ്ട് നോക്കൂ, 5 ലക്ഷം വീടുകളാണ് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഒരു സർക്കാർ കൊടുത്തത്. ലോകത്തിൽ എവിടെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു നേട്ടം അവകാശപ്പെടാൻ കഴിയുക? അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറുന്നു. ഇപ്പൊ നോക്കൂ, ഒരു സ്ഥലത്തെ മാത്രം വികസനമല്ലല്ലോ. ഇപ്പൊ പിന്നെ ചൂരൽമലയിലെ ടൗൺഷിപ്പ്, കൽപ്പറ്റയിലെ ടൗൺഷിപ്പ് എന്ന് പറയുന്നത്, ഒരു പുനരധിവാസം എന്ന് പറയുന്നത് ഇന്നേ വരെ ഈ രാജ്യം പോലും കാണാത്ത രൂപത്തിലുള്ള ഒരു വിഷനാണത്. ഒരു ടൗൺഷിപ്പാണ് നൽകുന്നത്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് അവരെ പുനരധിവസിപ്പിക്കുകയാണ്. അതില് ഒരു സർക്കാർ കാണിക്കുന്ന ഇച്ഛാശക്തി, അതിന്റെ കൂടെ തന്നെ അതിൽ ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങളുടെ പങ്ക്, ഇതൊക്കെ ഈ ജനം കാണില്ലേ? ഇത് കാണുന്ന ജനത്തിന് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിൽ എന്താണ് ഈ സർക്കാരിനെതിരെ പറയാനുള്ളത്? 10 ലക്ഷം വീട്, സാമൂഹ്യക്ഷേമ പെൻഷൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ച, ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയ ഉയർച്ച, ഇതൊക്കെ തന്നെ ഒരു സർക്കാരിന്റെ വികസന നേട്ടങ്ങളായിട്ട് അവതരിപ്പിക്കുമ്പോൾ എന്താണ് മറിച്ച് UDF-ന് അവകാശപ്പെടാനുള്ളത്? യഥാർത്ഥത്തിൽ നിങ്ങൾ ജനങ്ങളോട് എന്ത് പറഞ്ഞിട്ടാണ് വോട്ട് നേടുക? ഇപ്പോ പിരിച്ച 100 കോടി രൂപ കാണുന്നില്ല ചൂരൽമലയിൽ, അല്ലെ? അതിന്റെ ആപ്പ് നിലവിലില്ല. ഇത്തരത്തിൽ പിന്നെ നിങ്ങളുടെ ഇപ്പൊ നോക്കൂ, ഈ മത്സരത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള പടലപ്പിണക്കങ്ങൾ, അല്ലെങ്കിൽ പിന്നെ മത്സരിക്കാൻ വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള തർക്കങ്ങൾ, അതിനെ എങ്ങനെയാണ്? അപ്പൊ ഞാൻ അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഞങ്ങളുടെ മുൻപിൽ ഉള്ളത് ഈ നാടിന്റെ വികസനം ആണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന കാര്യം. ഈ നാടിന്റെ സാംസ്കാരിക തനിമ, ഈ നാടിന്റെ വികസനം, ഈ നാടിന്റെ മതേതരത്വം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം വോട്ട് ചോദിക്കുന്നത്. അതുപോലെ നോക്കൂ, ഇവരുടെ ഒരു നിരുത്തരവാദപരമായ ഒരു പ്രവർത്തനത്തിന്റെ ഉദാഹരണം, പിന്നെ ഞാൻ ജിജോ കാനഡയിലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെ? അതെ. ഓക്കെ, ഞാൻ ഈ കാനഡയിൽ നിന്ന് കൂടിയുള്ള ഒരു ലോക കേരള സഭ അംഗമാണ്. ഓക്കെ, കഴിഞ്ഞ 5 ലോക കേരള സഭകളിലാണ് ഈ 10 വർഷങ്ങൾക്കുള്ളിൽ നടന്നത്. 5 ലോക കേരള സഭകളിലും പങ്കെടുക്കാത്ത മുന്നണിയുടെ പേരാണ് UDF എന്നുള്ളത്. അതായത് ഇപ്പൊ അവസാന ലോക കേരള സഭയിൽ 125ഓളം രാജ്യങ്ങളിൽ നിന്ന് 500ഓളം പ്രതിനിധികൾ പങ്കെടുക്കുകയാണ്. ജനകീയാസൂത്രണം പോലെ വളരെ മികച്ച, വളരെ പിന്നെ ഭാവനാപൂർണമായിട്ടുള്ള ഒരു കാര്യമാണ് ലോക കേരള സഭ എന്ന് പറയുന്നത്. എത്ര പദ്ധതികളാണ്! ഇപ്പൊ ഏറ്റവും അവസാനം ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന കാര്യമുണ്ട്. പ്രവാസി കെയർ ഇൻഷുറൻസ് നടപ്പിലാക്കി. കഴിഞ്ഞ നവംബർ 1-ാം തീയതി നടപ്പിലാക്കുന്നു. ഈ ലോക കേരള സഭ ജനുവരി 29, 30, 31 തീയതികൾ തിരുവനന്തപുരത്ത് വെച്ച് നടന്നപ്പോൾ അതിൽ ഉന്നയിച്ച ഒരാവശ്യം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ സംഖ്യ ഉയർത്തണം. 5 ലക്ഷം രൂപ വരെയായിരുന്നു ഉണ്ടായിരുന്നത്, അത് കൂട്ടണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതായത് അത് 5 ലക്ഷം മാത്രമല്ല, 10, 15, 25, 50, 1 കോടി വരെ ഉള്ള സ്ലാബ്, 7 സ്ലാബുകളാണ്. 1 കോടി വരെയുള്ള ഇൻഷുറൻസ്. അവിടെ ജനുവരി 30-ാം തീയതി പറയുന്ന കാര്യം മാർച്ച്
12-ാം തീയതി നടപ്പിൽ വരികയാണ്. ഇതിലപ്പുറത്തേക്ക് ഒരു സർക്കാരിന് ഇവിടുത്തെ പ്രവാസി സമൂഹത്തോട് നിങ്ങൾ പറയൂ, ഞങ്ങൾ ചെയ്യാമെന്ന് പറയുന്ന ഒരു സർക്കാർ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഇത്തരത്തിലുള്ള വികസന കാര്യങ്ങളോട്, ഇത്തരത്തിലുള്ള വലിയ പദ്ധതികളോട്, ജനകീയാസൂത്രണം പോലെ വലിയ ഒരു സംരംഭമാണ് ലോക കേരള സഭ എന്ന് പറയുന്നത്. ഈ ലോക കേരള സഭയിൽ പ്രവാസികൾ, അതായത് നമ്മൾ ഈ വികസനങ്ങളിൽ പങ്കാളികളാവുകയാണ്. നാടിന്റെ പുരോഗതിയിൽ ഈ വിദേശത്തിരിക്കുന്ന നമ്മൾ പങ്കാളികളാവുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികൾ അവരുടെ എക്സ്പെർട്ടീസ് ഉപയോഗിക്കുകയാണ്, അവരുടെ നോളജ് പങ്കിടുകയാണ്. ഇതൊക്കെ നടപ്പിലാക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾക്ക് ഇതൊന്നും കേൾക്കണ്ട, ഞങ്ങൾ ഇതിലൊന്നും ഭാഗമല്ല എന്ന് പറഞ്ഞ് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിപക്ഷം, ഇത് നാടിന്റെ വികസനത്തിന് അനുയോജ്യമാണോ? ഇവരെന്താണ് ജനങ്ങളോട് പറയാൻ പോകുന്നത്? എങ്ങനെയാണ് ഇവർ ജനങ്ങളോട് ഇപ്പൊ ഞാനടക്കമുള്ള ആളുകൾ ജിജു ചോദിക്കൂ, അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് കഴിഞ്ഞ 5 ലോക കേരള സഭകളിൽ പങ്കെടുക്കാതിരുന്നത്? നിങ്ങൾക്ക് ഞങ്ങൾ പ്രവാസികളുടെ പ്രശ്നങ്ങൾ കേൾക്കണ്ടേ? ഈ പ്രവാസികളുടെ നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾ ഈ രാജ്യത്ത് കണ്ടിട്ടുള്ള വികസന പദ്ധതികൾ പലതും നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകും. ഇത് പറയാൻ ഒരു വേദി സൃഷ്ടിക്കുകയാണ് ഒരു സർക്കാർ ചെയ്തത്. അങ്ങനെ 125ഓളം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിവിധ മേഖലകളിലുള്ള സാധാരണക്കാരൻ മുതൽ ഏറ്റവും അടിസ്ഥാന വർഗത്തിൽ നിന്നുള്ള ആൾ മുതൽ IT വലിയ സയന്റിസ്റ്റുകൾ വരെ, അല്ലെങ്കിൽ IT മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർ വരെ വന്ന് പങ്കെടുത്ത് അവരുടെ അനുഭവങ്ങളും അവരുടെ വിജ്ഞാനവും അവരുടെ അനുഭവ പരിചയവും ഒക്കെ പറയുകയാണ്. എന്നിട്ട് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുകയാണ്, അത് നടപ്പിലാവുകയാണ്. അങ്ങനെ ജനങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സർക്കാരിനെ എന്തിന്റെ പേരിലാണ് ജനങ്ങൾ വോട്ട് ചെയ്യാതിരിക്കേണ്ടത്? എന്തിന്റെ പേരിലാണ് UDF എതിർക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ അവർ 10 കൊല്ലം ഭരിച്ചില്ലേ, ഞങ്ങൾക്കും ഒരു അവസരം തരൂ എന്നുള്ളതാണോ? ഇത് നമ്മൾ ഒരു കബഡി കളിക്കുന്നത് പോലെയാണോ? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗെയിമില് എനിക്ക് പകരം മറ്റാളെ ഇറക്കുന്നത് പോലെയാണോ? അങ്ങനെയല്ല, ഒരു നാടിന്റെ വികസനമാണ് ജനങ്ങളുടെ മുൻപിലുള്ളത്. അത് മാത്രമല്ല, ഒരു നാടിന്റെ ഐക്യവും ഒരുമപ്പെടലുമാണ്. കാരണം വലിയ രൂപത്തിൽ ഒരു നാടിനെ വർഗീയമായി ചേരിതിരിക്കുന്നതിനെതിരെ നടത്തുന്ന വലിയൊരു പോരാട്ടം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഈ നാടിന്റെ മതേതര പാരമ്പര്യം നിലനിർത്തുന്നതിനും ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇടതുപക്ഷം വരിക എന്നുള്ളത് ഏറ്റവും നാടിന്റെ ആവശ്യമാണ്. നാട്ടിലെ ജനങ്ങളുടെ സമാധാനത്തിനും സ്വൈര്യത്തിനും ആവശ്യമാണ്. അവരുടെ മുന്നോട്ടുള്ള പോക്കിന് ആവശ്യമാണ്. LDF 3.0 എന്നുള്ളത് വെറും ഒരു വാക്യമല്ല, നടപ്പിലാക്കാൻ പോകുന്നതാണ്. ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ മെയ് 4-ന് വോട്ട് എണ്ണുമ്പോൾ മികച്ച ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് കേരളത്തിലെ മുഴുവൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും വിജയിച്ചു വരുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ബട്ട് ശ്രീ സൂരജിന്റെ ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ LDF വീണ്ടും 3ാമത് വരും എന്നുള്ളത്. കോൺഗ്രസ് 100-ലധികം സീറ്റ് നേടി മുൻപന്തിയിലാവുക തന്നെ ചെയ്യും, അതിൽ ഒരു സംശയം വേണ്ട. നിങ്ങൾ എന്ത് വികസനത്തിന്റെ പേരിലാണ് വോട്ട് ചോദിക്കുന്നത്? ഇവിടെ ഓരോ നമ്മുടെ നാട്ടിലുള്ള ഓരോ വീടുകളിലോട്ട് CPM-കാർ കയറി ചെല്ലുമ്പം അവരെ കളിയാക്കി ഇറക്കി വിടുക ചെയ്യുന്നത്. നിങ്ങൾ എന്ത് വികസനമാണ് നടത്തിയത്? കുറെ അഴിമതിയും കുറെ സ്വജനപക്ഷപാതം മറ്റും ചെയ്ത് ആൾക്കാർ പറഞ്ഞ് ഇവരെ ഇറക്കി വിടുവാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാമോ? എങ്ങനെ? അതായത് ജനങ്ങളെ നിങ്ങൾ ഭരണത്തിൽ കയറി ഇപ്പൊ വില കൂട്ടില്ല എന്ന് പറഞ്ഞ് ദേശാഭിമാനിയിലെ വലിയൊരു പോസ്റ്റർ ഉണ്ടല്ലോ, 5 വർഷത്തേക്ക് വില കൂട്ടില്ല എന്ന് പറയുന്നത്. ഇപ്പൊ വില കൂട്ടാത്ത ഏതെങ്കിലും ഒരു സാധനത്തിന്റെ പേര് പറയാൻ പറ്റുമോ താങ്കൾക്ക്? വില കൂട്ടാത്ത പിന്നെ വില കൂട്ടുന്നത് സംസ്ഥാന സർക്കാരാണോ? പിന്നെ ആരും സംസ്ഥാന സർക്കാർ അല്ല കൂട്ടുന്നതെങ്കിലും അതിനെ നിയന്ത്രിക്കുവാനും അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് സംസ്ഥാന സർക്കാരിനുണ്ടോ? സർക്കാരിന്റെ സിവിൽ സപ്ലൈസ് സ്റ്റോറുകളിൽ നിങ്ങൾ സാധനങ്ങളുടെ വില പരിശോധിച്ചിട്ട് പറയൂ, ഏത് സാധനത്തിനാണ് മാർക്കറ്റിലേക്കാൾ കുറവ് വിലയില്ലാത്തത്? സിവിൽ സപ്ലൈസ് ഓഫീസ് മൊബൈൽ സ്റ്റോറിലും മറ്റു സാധനങ്ങൾ വേണ്ട വില നിശ്ചയിക്കാന്. നോക്കൂ, നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ഓണ സമയത്ത് ഉദ്ഘാടനം ചെയ്യാൻ പോയ സിവിൽ സപ്ലൈ സ്റ്റോറിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ജനങ്ങളുടെ മുൻപിൽ വീഡിയോ ആയിട്ടുണ്ട്. അതായത് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് എന്നും മികച്ച രൂപത്തിൽ ഇത് നടക്കുന്നു എന്നും പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണ്. അങ്ങേക്ക് അത് അങ്ങ് ശ്രദ്ധിച്ചിട്ടില്ല തോന്നുന്നു. ഇവിടെ ഇരിക്കുന്ന പത്രപ്രതിനിധികൾക്ക് തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ അറിയുന്നുണ്ടായിരിക്കും. അത് ഏത് മൊബൈൽ സ്റ്റോറാന്നറിയാവോ? അത് എപ്പോ തുടങ്ങിയതാണെന്നറിയാവോ? അതാണ് പുതിയതായിട്ട് തുടങ്ങുന്ന മൊബൈൽ സ്റ്റോറുകൾക്കും അതുപോലെ ഓക്കെ പുതിയ തുടങ്ങുന്ന സാധനങ്ങൾ ഇല്ലാതെ ജനങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ പല സാഹചര്യങ്ങളും ഇപ്പൊ അഴിമതി തന്നെ.
ഇപ്പം ഈ കറണ്ട് ബില്ല്, ഈ വെള്ള ബില്ലുകൾക്ക് എന്തെങ്കിലും വില കൂട്ടായിരുന്ന സാധനങ്ങളുണ്ടോ? സെസ്, ഈ പെട്രോളിന് സെസ് ഏർപ്പെടുത്തി, അതിന് പണം എവിടെ? ഞാൻ ഇടപെട്ട് ചോദിക്കട്ടെ? ഇപ്പം കുറച്ചു മുമ്പ് ഈ ചൂരൽമല സംഭവവികാസങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. ഒരു 750 കോടിയോളം പിരിച്ചിട്ട് അതിൽ കുറച്ച് 142 വീടുകളാണെന്ന് തോന്നുന്നു അവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ടൗൺഷിപ്പിനെ കുറിച്ച് വാചാലനാകുന്നുണ്ടല്ലോ. എവിടെ ടൗൺഷിപ്പ്? ഈ ബാക്കിയുള്ള എത്ര വീടുകളാണ് ആ ടൗൺഷിപ്പിൽ വരുന്നത്? അതെ, ടൗൺഷിപ്പ് എന്ന് പറയുന്നത് 142 വീടുകള്, സ്കൂള്, 142 ഹോസ്പിറ്റല്, മറ്റുള്ള അടിസ്ഥാന 142 സൗകര്യങ്ങൾ എല്ലാം പൂർത്തീകരിച്ചു. ഉൾക്കൊള്ളാണ് ടൗൺഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്നും ചെയ്യാതെ ഒരു കുറച്ച് വീടുകൾ വെച്ച് കൊടുത്തിട്ട് അതെല്ലാം ചെയ്തു. അങ്ങേക്ക് അതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം 142 വീടുകൾ പൂർത്തീകരിച്ചു. 400 ചില്ലാനം വീടുകളാണ് അവിടെ നടപ്പിലാകുന്നത്. അവിടെ ആശുപത്രിയും സ്കൂളും അടക്കമുള്ള കാര്യങ്ങളാണ് വരുന്നത്. ആംഫി തിയേറ്റർ അടക്കമുള്ള പാർക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ടൗൺഷിപ്പിന്റെ ആണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത്. ആ പദ്ധതി നടപ്പിലാക്കുന്നതിൽ ഉണ്ടായിട്ടുള്ള കാലതാമസം എവിടെയായി, 1 വർഷം നഷ്ടപ്പെട്ടു പോയത് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരു പക്ഷേ അങ്ങേക്ക് അറിയില്ലെങ്കിൽ അങ്ങൊന്ന് പരിശോധിച്ച് നോക്കണം. കോടതിയിൽ കേസിന് പോയിട്ട് ആ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ കേസിന് പോവുകയും ആ കേസ് അത് വിധി, അതായത് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ അന്ന് രാത്രിക്ക് രാത്രി അഡ്വാൻസ് കൊടുത്തിട്ട് ആ സ്ഥലം എടുക്കുകയും ചെയ്തിട്ടാണ് ത്വരിതഗതിയിൽ ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് എന്ന് അങ്ങ് കാണാതെ പോകുന്നു. ഇത് അങ്ങ് കാണാതെ പോകുന്നതിന്റെ കൂട്ടത്തിൽ അങ്ങ് കാണാതെ പോകുന്ന മറ്റൊന്നുകൂടി ഉണ്ട്. 100 കോടിയുടെ കണക്ക് ഇപ്പോഴും ഇല്ല അങ്ങയുടെ പിന്നെ അതുപോലെ ഇദ്ദേഹം പറഞ്ഞില്ല ഇപ്പോ. അതുപോലെ തന്നെയാണ് കോടതിയിൽ പോയിട്ട് ഇത് മേടിച്ചിട്ട് വന്നിട്ടാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് കോൺഗ്രസിന്റെ 100 ഭവനത്തിന്റെ പദ്ധതി. ഗവൺമെന്റ് സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവസാനം നിമിഷം വരെ കൊടുക്കാത്തതുകൊണ്ട് കോൺഗ്രസ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് സ്വന്തമായ ആ ഒരു കാപ്പിത്തോട്ടം മേടിച്ചത്. അങ്ങ് വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പറയുന്നത്. അങ്ങ് കാര്യം നോക്കൂ, ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം അങ്ങയോട്. കോൺഗ്രസ് സംസ്ഥാന സർക്കാരിനോട് സ്ഥലം ആവശ്യപ്പെട്ടുകൊണ്ട് ഏത് സംഘടന അല്ലെങ്കിൽ ആരാണ് ഒരു അപേക്ഷ കൊടുത്തത് എന്നെങ്കിലും അതിന്റെ അപേക്ഷാ നമ്പർ വെച്ച് അങ്ങേക്ക് ഒന്ന് പറയാൻ പറ്റുമോ? അപേക്ഷ നമ്പർ എനിക്ക് വേണ്ട, അപേക്ഷ നമ്പർ വേണ്ട, അങ്ങേക്ക് ആ ഡേറ്റ് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും തരാൻ ഞാൻ. ശരി, അങ്ങ് അതൊന്ന് ഈ ചർച്ച കഴിയുന്നതിന്റെ ഇടയിൽ ഒരു കാരണവശാലും അവിടെ നമുക്ക് ഒരു സംരംഭം ചെയ്യാൻ പറ്റത്തില്ല. ഗവൺമെന്റ് സ്ഥലം കൊടുത്താലേ ഉള്ളൂ. ഗവൺമെന്റ് അപേക്ഷ അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗ് എങ്ങനെയാണ് വീട് വെച്ചത്? മുസ്ലിം ലീഗ് സർക്കാർ സ്ഥലം കൊടുത്തതാണോ? മുസ്ലിം ലീഗ് സർക്കാർ സ്ഥലം കൊടുത്താണോ? അവരുടെ സമുദായത്തിലുള്ള ആൾക്കാരുടെ സ്ഥലമാണ് അവർ ഏറ്റെടുത്ത് കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസ് അത്ര സ്ഥലമുള്ള ഒരു സമുദായം അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇല്ല സ്ഥലം. പിന്നീടാണ് ഗവൺമെന്റിനോട് ചോദിച്ചപ്പോൾ ഗവൺമെന്റ് തരാന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരുന്നപ്പോഴാണ് കോൺഗ്രസ് തന്നെ ഇത് നിങ്ങളുടെ പരാജയം മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്ന ഒരു വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. ഞാൻ അങ്ങനത്തെ ഒരു വാദത്തിലേക്ക് ഞാനില്ല. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ സാധാരണ ഈ പിന്നെ നാട്ടിലെ ചാനൽ ചർച്ചകളിൽ നടക്കുന്നത് പോലെയുള്ള ഒരു വാഗ്വാദം എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അതിൽ കാര്യമില്ല. സൂരജ്, വേറെ കാര്യമുണ്ട്. ഇതിപ്പോ നമ്മൾ ഇന്നത്തെ മീറ്റിംഗ് കാസർഗോഡും മണ്ഡലത്തിൽ തന്നെയാണ് നിൽക്കേണ്ടത്. കാസർഗോഡ് മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, കാസർഗോഡും ഇതേപോലെ തന്നെ ലൈഫിലെ എത്ര വീടുകൾ അവിടെ ലഭിച്ചു എന്നുള്ളതാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അപ്പോ ഇതിൽ ഞാൻ ചൂരൽമല ചൂണ്ടിക്കാണിക്കുവാനുണ്ടായ കാര്യം പ്രധാനമായിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള, അതായത് പ്രതിപക്ഷത്തിന് ജനങ്ങളുടെ മുന്നിലേക്ക് പോകുമ്പോൾ ഇപ്പോ അതായത് ഒന്നും പറയാനില്ല. ഇപ്പൊ ജിജോ പറയുന്നത് അപ്പൊ നോക്കൂ, സാമൂഹ്യ ക്ഷേമ പെൻഷൻ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോ അവിടെ ചെന്നിട്ട് അഴിമതിയെ കുറിച്ച് എന്ത് അഴിമതി? ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിനോ നമുക്ക് യൂത്ത് കോൺഗ്രസോ ഒരു സമരം പറയും. 4-5 പേര് ജയിലുള്ളല്ലോ, അത് അഴിമതിയല്ല. അത് അവര് ജയിലിൽ നവീകരിക്കാൻ വേണ്ടി പോയതാണല്ലോ. ഏത് 4-5 പേരാണ് അഴിമതിയുടെ പേരിൽ ജയിലിൽ കിടക്കുന്ന ആളുകളെ പറഞ്ഞു തരൂ. CPM നേതാക്കന്മാർ കുറച്ചു പേര് പോയായിരുന്നല്ലോ സ്വർണ്ണക്കട്ട കേസില്. എന്താണ് അത് നവീകരിക്കാൻ വേണ്ടി പോയതാണല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് അതല്ല എന്റെ വിഷയം. ഞാൻ കാസർഗോഡ് ജില്ലയിലെ
വിജയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ചുരന്മലയിലെ സംഭവങ്ങൾ താങ്കൾ തന്നെയാണ് എടുത്തിട്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇപ്പൊ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവിടെ പിന്നോക്കമായ കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പം പിന്നെ വയനാട്ടിലെ പോലെ ആദിവാസികളായ കുറേ ഇവിടെ കള്ളാർ പഞ്ചായത്തിൽ ഇഷ്ടംപോലെ ആദിവാസികളായ സ്ഥലമുണ്ട്. അവിടങ്ങളിലൊന്നും ഒരു വികസനം എത്താത്തതാണ്. അവിടങ്ങളൊക്കെ നല്ലൊരു വികസനം വേണമെങ്കിൽ നല്ലൊരു നേതാക്കന്മാർ വേണം. ഇപ്പൊ കാസർഗോഡ് ജില്ലയിൽ ഞാനൊക്കെ കൂടുതലും പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നത് മംഗലാപുരത്തോട്ടാണ്. മംഗലാപുരത്ത് പണ്ട് ടാറ്റ കോവിഡ് സമയത്ത് ഒരു ഹോസ്പിറ്റൽ കൊണ്ടുവന്നിരുന്നു, കാഞ്ഞങ്ങാടിൻ്റെ അടുത്ത്, പെരിയയുടെ അടുത്ത്. അത് ആരാ നോക്കേണ്ടത്? അത് സർക്കാരാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അത് ഇടിച്ചു പൊളിച്ചെല്ലാം കളഞ്ഞത്. ഇപ്പൊ ഒന്നുമില്ല അത്. ഇപ്പൊ പിന്നെ മെഡിക്കൽ കോളേജ് ഒരു അനാഥമായിട്ട് കിടക്കുക. അതിപ്പം ഏതാണ്ട് കുറച്ച് പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തുടങ്ങിയിട്ടില്ല. ഇതൊക്കെയാണ് പറയേണ്ടത്. പിന്നെ ജനങ്ങളുടെ എന്തോ അല്ല, വളരെ മികച്ച രൂപത്തിൽ ആ മെഡിക്കൽ കോളേജിന്റെ അംഗീകാരം ലഭിക്കുകയും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അത് ഭാഗികമായിട്ട് ഒരു വശം മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. അല്ല, ഭാഗം മാത്രമേ നിങ്ങൾ ഈ ആദിവാസി വിശാലമായിട്ടുള്ളൂ. മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സർക്കാർ നടപ്പിലാക്കുന്ന ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് അങ്ങേക്ക് അറിയുക എന്ന് എനിക്ക് അറിയുകയില്ല. സർക്കാർ, അതായത് ആദിവാസി മേഖലകളിൽ സർക്കാർ റേഷൻ ഷോപ്പുകൾ അങ്ങോട്ട് ചെല്ലുകയാണ്, അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ്, അവർക്ക് ആവശ്യമായിട്ടുള്ള വീടുകൾ നിർമ്മിച്ചു നൽകുകയാണ്. ഇങ്ങനെ നമ്മള് വേഗമായിട്ട് ഇരുന്നിട്ട് നമ്മൾ പറയുകയാണ് അവിടെ ഒന്നും നടന്നിട്ടില്ല, ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് നമ്മൾ പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഭക്ഷ്യസുരക്ഷാ കമ്മീഷന്റെ പ്രവർത്തനം കേരളത്തിൽ എത്ര മികച്ചതാണ് എന്ന് അങ്ങേക്കറിയും. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഓരോ ആദിവാസി കോളനികളിലേക്ക് നേരിട്ട് ചെല്ലുകയാണ്. ഭക്ഷ്യ സുരക്ഷയുടെ ഭാഗമായിട്ട് അവർക്ക് റേഷൻ ഷോപ്പുകൾ ഈ കോളനികളിലേക്ക് ചെല്ലുകയും ആദിവാസി ഊരുകളിലേക്ക് ചെല്ലുകയും അവർക്ക് ഭക്ഷണം എത്തിക്കുകയും ചെയ്യുന്നു. അവരുടെ ഉൽപ്പന്നങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിന് ന്യായമായ വില നൽകുന്ന സംവിധാനങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ പട്ടിക ജാതി വർഗ അവരുടെ സൊസൈറ്റികളിൽ കൂടെ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നു. ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇതൊക്കെ പണ്ട് മുതലേ ചെയ്തു വരുന്ന കാര്യങ്ങളാ. അത് ഇപ്പം LDF വന്ന ശേഷം അല്ല, പണ്ട് മുതലേ ചെയ്തുകൊണ്ട് വരുന്ന കാര്യങ്ങളാ. ഇതാണ് പിന്നത്തെ ഇത് നമുക്ക് എപ്പോഴും പറയാൻ കഴിയും. അതായത് എന്ത് പറഞ്ഞാലും നമുക്ക് ഇത് പണ്ടും ഉണ്ടായിരുന്നു, പണ്ടും സ്കൂൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം പണ്ട് എങ്ങനെയായിരുന്നു സ്കൂളിൽ. അപ്പൊ ഞാനും നിങ്ങളും, ഞാൻ സർക്കാർ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആളാണ്. എനിക്കറിയാമായിരുന്നു ഞാൻ പഠിച്ച സർക്കാർ സ്കൂളിന്റെ നിലവാരം എന്താണ് എന്നുള്ളതും. ഇത്തവണയും ഞാൻ നാട്ടിൽ പോയപ്പോൾ എന്റെ സർക്കാർ സ്കൂളിൽ പോയിട്ട് അഭിമാനപൂർവ്വം നോക്കിയെന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്താണ് ആ സ്കൂളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം എന്നുള്ളത് അങ്ങേക്ക് പോയി കണ്ടാൽ അറിയാം. എന്തായാലും ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ആസാദ്, താങ്കൾ എന്താണ് കരുതുന്നത്? അതായത് കാസർഗോഡ് ജില്ലയെ ഇത്തവണ ആർക്കൊപ്പം നിൽക്കുമെന്നാണ് കരുതുന്നത്? കാർഷിക ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ കാസർഗോഡ് മണ്ഡലം അല്ലെങ്കിൽ കാസർഗോഡ് അസംബ്ലി മഞ്ചേശ്വരം. ആസാദ് എന്ന് പറയുന്ന കാസർഗോഡുകാരനാണോ? ഒരു നിമിഷം. അല്ല, ഞാൻ കോട്ടയം സ്വദേശിയാണ്. പക്ഷെ ഞാൻ ജസ്റ്റ് മൊത്തം കാസർഗോഡ് മണ്ഡലത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചരിത്രം ഒന്ന് നമുക്ക് നോക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം അതായത് മഞ്ചേശ്വരവും കാസർഗോഡും കഴിഞ്ഞ കുറെ നാളുകളായി നിൽക്കുന്ന, മഞ്ചേശ്വരം അസംബ്ലി മണ്ഡലവും അതുപോലെ തന്നെ കാസർഗോഡും നിയമസഭാ മണ്ഡലവും എപ്പോഴും കഴിഞ്ഞ കുറെ നാളുകളായി നിൽക്കുന്നത് കോൺഗ്രസ് അല്ലെങ്കിൽ UDFന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഉദുമ, കാഞ്ഞങ്ങാട് മുസ്ലിം ലീഗ് അത് UDFന്റെ ഭാഗമായി. കോൺഗ്രസ് അല്ല, മുസ്ലിം ലീഗ്, കോൺഗ്രസും ഇതെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുന്ന UDFന്റെ ഭാഗം. കോൺഗ്രസും ഇവിടെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അല്ല, കോൺഗ്രസിന്റെ കൂടെ വോട്ട് കിട്ടിയാണല്ലോ ഓഫ് കോഴ്സ് മുസ്ലിം ലീഗ് UDFന്റെ ഭാഗമാണ്. അപ്പം ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മണ്ഡലങ്ങളാണ് ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ എന്നീ മണ്ഡലങ്ങൾ. മഞ്ചേശ്വരം മണ്ഡലത്തെ പ്രത്യേകിച്ച് നമ്മൾക്ക് കയറി പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണുന്ന കഴിഞ്ഞ കുറച്ചു നാളുകളായി നേരിട്ട് ഫൈറ്റ് നടക്കുന്നത് മുസ്ലിം ലീഗും അതുപോലെ തന്നെ BJPയും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു മത്സരം നടക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം മണ്ഡലം. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. കാരണം
തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനത്തെ ഒരു ഫാക്ടേഴ്സ് ഒക്കെ കൂടെ ഈ ഇലക്ഷൻ വരുമ്പോൾ അഫക്ട് ചെയ്യുന്ന ഒരു മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം. അതുപോലെ തന്നെയാണ് കാസർഗോഡ് മണ്ഡലവും. കാസർഗോഡ് മണ്ഡലത്തിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലം എന്നുള്ള നിലയ്ക്ക് ഉള്ള ഒരു പ്രകൃതിയുടെ ഒക്കെ ഒരു അതുപോലെ തന്നെ അതിർത്തിയുടെ ഒരു പ്രത്യേകതകളും ഒക്കെ അവിടുത്തെ ജനസമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ള ആളുകളുടെ എണ്ണവും ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് മഞ്ചേശ്വരം മണ്ഡലത്തിലും അതുപോലെ തന്നെ കാസർഗോഡ് മണ്ഡലത്തിലും. എന്നാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉദുമ മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 1991 ശേഷം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് CPM-ന്റെ തന്നെ മണ്ഡലം എന്നുള്ള രീതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പി രാഘവൻ 1991 ആ മണ്ഡലം കോൺഗ്രസിന്റെ കയ്യിൽ KP കുഞ്ഞിക്കണ്ണന്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ച് പി രാഘവൻ അത് ആ മണ്ഡലം നേടിയെടുക്കുന്നു. അതിനുശേഷം CPM-ന് ഉദുമ മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നില്ല. കാഞ്ഞങ്ങാടിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു തവണ 1987 ആണ് അത് ഒരു തവണ കോൺഗ്രസിന്റെ പക്ഷത്തേക്ക് ചാഞ്ഞത്. അതിനുശേഷം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ തന്നെ സുഭദ്രമായിരുന്ന ഒരു മണ്ഡലമാണ് കാഞ്ഞങ്ങാട് എന്ന് പറയുന്നത്. തൃക്കരിപ്പൂറും അതുപോലെ തന്നെ CPM-ന്റെ ഒരു കോട്ട എന്ന് പറയാവുന്ന മണ്ഡലമാണ്. അവിടുത്തെയും ഈ 3 മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിനൊപ്പമാണ് കഴിഞ്ഞ കുറെ നാളുകളായി നിന്നിരുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ തൃക്കരിപ്പൂരിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്, കഴിഞ്ഞ തവണ മത്സരിച്ചത് കേരള കോൺഗ്രസ് ആയിരുന്നു. അപ്പോഴും ജയിച്ചത് CPM തന്നെയാണ്. 86,000 വോട്ടുകൾക്ക് 53% വോട്ടുകൾ നേടി CPM ജയിച്ച ഒരു മണ്ഡലമാണ് തൃക്കരിപ്പൂർ. പക്ഷെ ഇത്തവണ പ്രത്യേകതയുണ്ട്. ഇത്തവണ സന്ദീപ് വാര്യർ ഒരു കോൺഗ്രസിന്റെ ഒരു എന്താ പറയാ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ആയിട്ടുള്ള സന്ദീപ് വാര്യർ, BJP-യിൽ നിന്ന് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ അവിടെ മത്സരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട്. അത് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുക? കഴിഞ്ഞ തവണ 60,000 വോട്ടുകളാണ് കേരള കോൺഗ്രസിന് 60,000-ൽ പരം വോട്ടുകളാണ് കേരള കോൺഗ്രസിന് നേടാനായതെങ്കിൽ ഇത്തവണ അത് എത്ര വിജയത്തിലേക്ക് എത്തിക്കാൻ, അത് കോൺഗ്രസ് നേരിട്ട് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. മുമ്പേ പറഞ്ഞതുപോലെ UDF മുസ്ലിം ലീഗിന്റെ വോട്ടുകളല്ല, ഇത് കാസർഗോഡും മഞ്ചേശ്വരവുമാണ്. ഈ കാസർഗോഡിനെയും മഞ്ചേശ്വരത്തിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത് നേരിട്ട് BJP-യുമായി ഫൈറ്റ് ചെയ്യുന്ന മണ്ഡലങ്ങളാണ്. മഞ്ചേശ്വരം മണ്ഡലം പ്രത്യേകമായി എടുത്തു കഴിഞ്ഞാൽ അവിടെ K. സുരേന്ദ്രൻ എന്ന് പറയുന്ന BJP-യുടെ ഏറ്റവും പ്രമുഖനായ നേതാവ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന മണ്ഡലമാണ്. അതുപോലെ തന്നെ 2016-ൽ 89 തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കാം, 86 വോട്ടുകൾക്ക് പരാജയപ്പെട്ടതാണ്. അപ്പോൾ മുമ്പേ നമ്മൾ സൂരജ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ആ മണ്ഡലത്തിൽ അങ്ങനെ നടക്കാറുണ്ട്. കാരണം ചില സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് BJP-യെ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ച് തന്നെ വോട്ടുകൾ ചെയ്തിരിക്കുന്ന മണ്ഡലം ഒന്നാണ് മഞ്ചേശ്വരം മണ്ഡലം. കാസർഗോഡ് മണ്ഡലത്തിലും അതുപോലെ തന്നെ ഡയറക്റ്റ് ഫൈറ്റ്, BJP-യുമായി മുസ്ലിം ലീഗ് ഡയറക്റ്റ് ഫൈറ്റ് നടത്തുന്ന മണ്ഡലമാണ്. അതിൽ മുമ്പ് ജിജോ സൂചിപ്പിച്ചതുപോലെ UDF-ന്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണ് അവിടെ BJP-യുമായിട്ടുള്ള ഒരു ഫൈറ്റ്. വേറെ ഒരു മണ്ഡലത്തിൽ ഇത്രയും ഒരു ശക്തമായ BJP UDF ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളുണ്ട് എന്ന് തോന്നുന്നില്ല. ജയിക്കാൻ, അറ്റപ്പെട്ട വോട്ടുകൾക്ക് ജയിക്കുവാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ തന്നെയാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലങ്ങൾ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ കൂടാതെ ഇപ്പോൾ രാഷ്ട്രീയം കേരളത്തിൽ ഒരുപാട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. BJP-യുടെ വോട്ട് ശതമാനം പല സ്ഥലങ്ങളിലും വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരവും കാസർഗോഡും എങ്ങോട്ട് ചായും എന്നുള്ള കാര്യത്തിൽ ഏവരെയും പോലെ നമുക്കും എന്താ പറയാ ആകാംക്ഷയുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ പറഞ്ഞ പോലെ ഉദുമയും കാഞ്ഞങ്ങാടും ഇടതുപക്ഷത്തിനൊപ്പം തന്നെ നിൽക്കുന്ന കാഴ്ചയാണ്. തൃക്കരിപ്പൂരിൽ ഒരു സാധ്യത വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണത്തെ സ്റ്റാർ കാൻഡിഡേറ്റ് സന്ദീപ് വാര്യർ വന്നപ്പോൾ എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാവുന്ന ഒരു സാധ്യത. ജിജോ തന്നെ പറഞ്ഞു ഈ 3 മണ്ഡലങ്ങളും LDF-ന്റെ കൂടെയാണ് എന്ന്. ശരിയാണ്. അല്ല നമുക്ക് അല്ലല്ല ശ്രീ ഞാൻ പറഞ്ഞത് ഒരു ജസ്റ്റ് ഒരു രാഷ്ട്രീയ ഇത് മാത്രമാണ് പറഞ്ഞത്, ഒരു അവലോകനം മാത്രമാണ് പറഞ്ഞത്. കാരണം ഇത് മാറാം. കാരണം പണ്ടുണ്ടായിരുന്ന, കഴിഞ്ഞ തവണ തൃക്കരിപ്പൂരിൽ ഉണ്ടായിരുന്നത് കേരള കോൺഗ്രസ് ആണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ 26,000 വോട്ടിന്റെ ലീഡാണ് കഴിഞ്ഞ തവണയുള്ളത്. അതായത് കേരള കോൺഗ്രസ് മത്സരിച്ചിട്ട്
സോറി അതെ ഇടപെടുന്നത്, 26,000 അതെ വോട്ടിന്റെ അതെ ലീഡാണ് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ്, അതായത് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും 60 ശക്തമായ ഒരു മണ്ണാണ്. മണ്ണാണ് തീർച്ചയായിട്ടും. പക്ഷെ ആ അവിടെ സന്ദീപ് വാര്യർ ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? സന്ദീപ് വാര്യർ ഒരു സുരനോട് കാൻഡിഡേറ്റ് അല്ല. ഞാൻ പറയുന്നു, നോക്കൂ, അവിടെ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ സന്ദീപ് വാര്യർ വരുന്നതിലുണ്ടായിട്ടുള്ള വലിയ എതിർപ്പുണ്ടായിരുന്നു. അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതിലപ്പുറത്തേക്ക് രാഷ്ട്രീയമായിട്ട് നിങ്ങൾ ഒന്ന് പരിശോധിക്കൂ. നമ്മൾ ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യുമ്പോൾ നിലപാടുകൾ പ്രസക്തമല്ലേ? നോക്കൂ, ഏത് രൂപത്തിൽ ഇപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഈ സോഷ്യൽ മീഡിയകളിൽ കറങ്ങി നടക്കുന്ന അബ്ദുറഹിമാൻ രണ്ടത്താണിയും സന്ദീപ് വാര്യരും തമ്മിലുള്ള ഒരു വാഗ്വാദം നടക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിലിരിക്കുന്ന വർഗീയത എന്നുള്ളത് ആ അദ്ദേഹം അതിൽ കൂടെ നിലപാടുകളൊക്കെ പറയുന്നുണ്ട്. ആ അല്ല, നിലപാടുകളൊക്കെ ആ മാറ്റി എന്ന് നിലപാടുകൾ പറഞ്ഞിട്ടാണ് കോൺഗ്രസിലോട്ട് മാറ്റി എന്ന് വന്നത്. നോക്കൂ, അതായത് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ രാഷ്ട്രീയം മാറി വന്നിട്ടുള്ള ഒരാൾ, അല്ലാതെ ഏതെങ്കിലും ഒരു നിലപാടിന്റെ പേരിലല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, BJP എടുത്തിട്ടുള്ള ഒരു വർഗീയ നിലപാടിന്റെ പേരിലാണ് ഞാൻ ഈ മുന്നണി വിടുന്നത് എന്ന് തീരുമാനിച്ചിട്ട്, അല്ലെങ്കിൽ BJP വിടുന്നത് എന്ന് തീരുമാനിച്ചു വരുന്ന ഒരാളാണെങ്കിൽ ജിജോ നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കാം. മറിച്ച് അല്ല, അങ്ങനെയല്ല. സന്ദീപ് അങ്ങനെ വന്ന് തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല സന്ദീപ് പറഞ്ഞത്. അങ്ങനെ വന്ന് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ മുന്നണി മാറിയിട്ടുള്ള ആളാണ് അല്ല സന്ദീപ് വാര്യർ. അത് അത്തരത്തിൽ CPM-കാർ പറയുന്നേ ഉള്ളൂ. ഞാനൊന്ന് പറഞ്ഞു, ആ ഞാനൊന്ന് പറഞ്ഞു മുഴുവൻ. അതായത് അത്തരത്തിൽ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ നിലപാട് മാറുന്ന ആളുകൾ, അവരുടെ മനസ്സിൽ ഇപ്പോഴും അവർ ഉയർത്തുന്ന രാഷ്ട്രീയ ചിന്തകൾ എന്താണ്? അപ്പോ ഇത് അവിടുത്തെ സാധാരണ കോൺഗ്രസ്സുകാരനും സാധാരണ ലീഗുകാരന്റെയും മനസ്സിലുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. നമുക്ക് എത്ര വേണമെങ്കിൽ ഇതിനെയൊക്കെ പോളിഷ് ചെയ്യാം. നിങ്ങൾ എത്ര പോളിഷ് ചെയ്ത് മിനുക്കിയിട്ട് കുട്ടപ്പനായിട്ട് കൊണ്ടുപോയിട്ട് അവതരിപ്പിച്ചാലും ജനങ്ങളുടെ മനസ്സിൽ അവരുടെ മുൻപിൽ വരുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അവർക്കൊരു ധാരണ ഉണ്ടാകും. അവിടെ ഇടതുപക്ഷത്തിന്റെ തുലാസ് എപ്പോഴും അവിടെ താണ് കിടക്കും, ഒരു സംശയവും വേണ്ട നിങ്ങൾ. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലപാടുകൾ ഉറച്ചതാണ്. വർഗീയ കക്ഷികളോടുള്ള നിലപാടുകൾ ഉറച്ചതാണ്. അവരുടെ സാമൂഹ്യക്ഷേമ കാര്യങ്ങളിലുള്ള നിലപാടുകൾ ഉറച്ചതാണ്. സന്ദീപ് വാര്യരെ ഏറ്റവും അവസാനം അവിടെ തീരുമാനിക്കുമ്പോൾ ഇപ്പോ സ്വീകരിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെ ഉള്ളിൽ എന്ത് ശക്തമായ എതിർപ്പാണ് ഉണ്ടായിരുന്നത്. പിന്നെ തൃക്കരിപ്പൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ സന്ദീപ് വാര്യരല്ല ഇനി ആര് തന്നെ വന്നാലും അത് ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്. അത് ഈ 3 മണ്ഡലങ്ങൾ ആസാദ് അതിന്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചു. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാലും ഒരു തവണ, അതായത് 2016 മാത്രമാണ് ഉദുമയിൽ ചെറുതായിട്ട് 3000 ചില്ലാനം വോട്ടിന്റെ ഒരു ലീഡ്. അതിനൊക്കെ ശേഷം വരുന്നത് 15,000-ന്റെയും 20,000-ന്റെയും 26,000-ന്റെ ഒക്കെ ലീഡുകളാണ് ഇതിൽ ഓരോ മണ്ഡലത്തിലും ഉള്ളത്. അത് മറിച്ചിടാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥി അല്ല സന്ദീപ് വാര്യർ എന്നുള്ളത് തന്നെയാണ്. അപ്പോ അവിടെ മത്സരിക്കുന്ന VPP മുസ്തഫയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഇടതുപക്ഷത്തിന്റെ മുഖമായി അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ജലത്തിലെ മീനിനെ പോലെ ഇങ്ങനെ ജനങ്ങളോട് ഇടപഴകിക്കൊണ്ട് നിൽക്കുന്ന അവിടുത്തുകാരനായിട്ടുള്ള ഒരു സഖാവായിട്ടുള്ള VPP മുസ്തഫയാണ് അവിടെ മത്സരിക്കുന്നത്. അത് കാണാതെ നിങ്ങളൊരു പ്രദേശത്ത് തീർച്ചയായിട്ടും അതാണ് എന്റെ പ്രധാനപ്പെട്ടത്. ആ മണ്ഡലത്തിൽ അവിടെയുള്ള ആൾ, അതായത് കാസർഗോഡിലുള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് VPP മുസ്തഫയെ അവിടെയുള്ള ആളുകൾ കാണുന്നത്. സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് എപ്പോഴും പുറത്തുനിന്ന് വന്ന ഒരാളാണ്. എങ്ങനെ അവർ ആ ഒരു കാൻഡിഡേറ്റിന് അവിടെ സ്വാധീനം ചെലുത്താൻ കഴിയും എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഉണ്ണിത്താൻ അവിടെ പാർലമെന്റിലോട്ട് വന്ന സമയത്ത് സംഭവിച്ചത്. അവിടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ വലിയ കോലാഹലം ഉണ്ടായിരുന്നു ഉണ്ണിത്താൻ വന്ന സമയത്ത്. അപ്പൊ രാഷ്ട്രീയ സാഹചര്യം വേറെയായിരുന്നു. വ്യത്യാസമാണ്. കാരണം അവിടെ 2 ചെറുപ്പക്കാരെ കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായിരുന്നു. ആ വിഷയം ആള് കത്തി നിൽക്കുന്ന സമയത്താണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അങ്ങോട്ടേക്ക് വരുന്നത്. മാത്രമല്ല കേന്ദ്രത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്നൊരു പ്രതീതി സൃഷ്ടിക്കുകയും രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് വ്യാപകമായിട്ടുണ്ടായിട്ടുള്ള ഒരു പിന്തുണയാണ് കോൺഗ്രസ് അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ. അതിനുശേഷം അദ്ദേഹം മണ്ഡലത്തിലെ ആളായിട്ട് മാറിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ ആ ഒരു മേധാവിത്വം ഉണ്ടായിട്ട് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നമുക്കത് മറിച്ചിടാനുള്ള ശ്രമങ്ങൾ അത് വേറെയാണ്. ഇപ്പോ ലോക്സഭയിലേക്ക് വരുന്ന കാര്യമല്ലേ. പക്ഷെ അദ്ദേഹം അങ്ങനെ ഇവിടെ എന്താണ്, നിങ്ങൾ വിളിച്ചാൽ ഓടിയെത്തുന്ന പ്രദേശത്തുകാരനായിട്ടുള്ള അവിടുത്തെ മുക്കും മൂലയും അറിയുന്ന അവിടുത്തെ ജനങ്ങളെ നേരിട്ട് അറിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് VPP മുസ്തഫ.
പി മുസ്തഫയുടെ അവിടെയാണ് ഒരു നിങ്ങൾ പ്രസംഗം ഇന്നലെ കേട്ടാ ബി മതി. ജെ പിയിൽ നിന്ന് ഇന്നലെ വരെ ബി ജെ പിയുടെ വർഗീയ വിഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചരിപ്പിച്ചിരുന്ന, അതിശക്തമായിട്ട് പ്രചരിപ്പിച്ചിരുന്ന ഒരാളെ ഇപ്പോൾ കതർ കുപ്പായം ഇടിയിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇതാ കുഞ്ഞാടായി മാറിയിരിക്കുന്നു, ഇന്നു മുതൽ ഇദ്ദേഹത്തിന് വർഗീയതയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവതരിപ്പിക്കുന്നത്. ജനം ഇത് കാണുകയല്ലേ. ജനം ഈ കാര്യങ്ങൾ കാണുമ്പോൾ ജനത്തിന് ഇത് നമ്മൾക്ക് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ കഴിയുമോ? നിങ്ങൾ അവരുടെ ഈ പ്രശ്നങ്ങൾ വിളിച്ചാൽ ഓടിയെത്തുന്ന പി മുസ്തഫയും നിങ്ങൾ ഇന്നലെ കുപ്പായം ഇടിച്ചു കൊണ്ടുവന്ന സന്ദീപ് വാര്യരും തമ്മിൽ മത്സരിക്കുമ്പോൾ തൃക്കരിപ്പൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ നിങ്ങൾ എഴുതി വെക്കൂ, കഴിഞ്ഞ തവണത്തതിന്റെ കഴിഞ്ഞ തവണത്തെക്കാൾ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം കൂടുകയാണ് ചെയ്യുക അവിടെ. അങ്ങനെ ഒരു ഒരു കാരണവശാലും വിജയമാണ് ഉണ്ടാവില്ല. ഉണ്ടാകാൻ പോകുന്നത്. അതായത് നമുക്ക് പി തീർച്ചയായിട്ടും മുസ്തഫ ഒരു മെയ് പി 4-ാം തീയതിക്ക് ശേഷം 5-ാം തീയതി MC ന്യൂസ് ഇത്തരത്തിൽ ഒരു ചർച്ച കൂടി സംഘടിപ്പിക്കും. അന്ന് നമ്മള് ആസാദ്, എന്റെ റിക്വസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും ഒന്നിച്ചിരുത്തിക്കൊണ്ടായിരിക്കണം ഈ കാര്യങ്ങളൊക്കെ ചർച്ചകൾ പരിശോധിക്കുന്നത് എന്ന് ഞാൻ അതൊക്കെ എഴുതി തീർച്ചയായിട്ടും വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു നിമിഷം, ഈ പി മുസ്തഫയുടെ ഒരു കൊലവലി പ്രസംഗം ഉണ്ടല്ലോ, അത് കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി ഈ ജനങ്ങൾക്ക് എങ്ങനെ ഇയാളെ വോട്ട് ചെയ്യാൻ പറ്റും? ഈ പുള്ളി പിന്നെ MLA ആയി കഴിഞ്ഞാല് ജവഹർലാൽ ജനങ്ങളെ നെഹ്റുവിനെതിരെയും എങ്ങനെ നല്ല രീതിയിൽ മഹാത്മാഗാന്ധിക്കെതിരെയും നോക്കൂ, ജവഹർലാൽ നെഹ്റുവിനെതിരെയും മഹാത്മാഗാന്ധിക്കെതിരെയും കോൺഗ്രസിന് മൊത്തമായിട്ടും പിന്നെ ഇവിടുത്തെ ന്യൂനപക്ഷത്തിനെതിരെയും ഒക്കെ എമ്മാതിരി വർഗീയ പ്രസ്താവനകളും ഒക്കെ നടത്തിയിട്ടുള്ള ആളാണ് സന്ദീപ് വാര്യർ. നിങ്ങൾക്കത് മറക്കാൻ പറ്റുമോ? ഒരു അത് നിങ്ങൾക്ക് അതായത് ഒരു മറക്കാൻ അത് നിങ്ങൾ മറക്കുന്നുണ്ടോ? ഒരു വർഗീയ പാർട്ടിയായ പിന്നെ BJP-യെ ഒരു പ്രതിഷേധ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മാറിയത്. ജിജോ, പിന്നെ ഇനി നമ്മൾ എങ്ങനെ പുള്ളിയെ കാര്യങ്ങളെ വർഗീയമായി കാണിക്കും? ഒരു ഇങ്ങനെ പറയാൻ പ്രതിഷേധ പറ്റുമോ നമുക്ക്? പ്രകടനം നടക്കുമ്പോൾ നിങ്ങൾ നടത്തുന്ന ഒരു പ്രതിഷേധ പ്രസംഗവും, അതായത് ഒരു പ്രതിഷേധ പ്രകടനം നടക്കുന്നു, ഒരു സംഭവം ഉണ്ടാകുന്നു, അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പ്രതിഷേധ പ്രകടനത്തിൽ ജനങ്ങളെ ആവേശം സൃഷ്ടിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രസംഗം എന്ന് പറയുന്നതും നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് നടത്തുന്ന ഒരു ചാനൽ ചർച്ചകളിലുമൊക്കെ ഉത്തരവാദിത്വത്തോടു കൂടി വന്ന് സംസാരിക്കേണ്ടുന്ന സമയത്ത് ഒരാൾ പറയുന്ന വർഗീയ പരാമർശങ്ങളും, നിങ്ങൾ രണ്ടിനെയും ഒരുപോലെയാണോ താരതമ്യം ചെയ്യുന്നത്? അങ്ങനെയല്ലല്ലോ. ഒരു പ്രതിഷേധ പ്രകടനം നടക്കുമ്പോൾ അണികളെ ആവേശം കൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസംഗങ്ങൾ നടത്താറുണ്ട്. അത് ഇതിനെക്കാട്ടിലും ഇപ്പൊ നോക്കൂ, അങ്ങനെ ഇപ്പൊ പ്രസംഗം പറയുകയാണെങ്കിൽ കൊലവിളി പ്രസംഗം നടത്തിയിട്ടുള്ള ആളാണ് നമ്മുടെ PK ബഷീർ. അതായത് നിങ്ങൾ കോടതിയിലേക്ക് പോയിട്ട് 2 കാലം വെട്ടിയെടുക്കും അല്ലെങ്കിൽ തട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗം നടത്തിയിട്ടുള്ള UDF-ന്റെ എത്ര ആളുകളുണ്ട്? അപ്പൊ ഞാൻ അതിലേക്കൊന്നും നമ്മൾ പോകേണ്ടത്. നമ്മൾ കാണുന്നത് എന്താണ്? നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം എന്താണ്? ഈ തെരഞ്ഞെടുപ്പിൽ UDF മുന്നോട്ട് വെക്കുന്നത് എന്താണ് നിങ്ങളുടെ ഇപ്പൊ നോക്കൂ, നിങ്ങളുടെ ഈ യാത്ര നടന്നിട്ട് നിങ്ങൾ അവസാനം പ്രഖ്യാപിച്ച കാര്യങ്ങൾ, രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം കൊണ്ട് നടപ്പിലാക്കിയ കാര്യങ്ങളാണെന്നേ, അല്ലെ? ഇടതുപക്ഷം നടപ്പിലാക്കിയ കാര്യങ്ങൾ, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതാണ്? സാമൂഹ്യക്ഷേമ പെൻഷൻ. അല്ല, സാമൂഹ്യക്ഷേമ പെൻഷൻ ഇവിടെ കൊടുക്കുന്നില്ല ആളുകൾക്ക്. സ്ത്രീകൾക്ക് കഴിഞ്ഞ പ്രകടന പത്രികയിൽ സ്ത്രീകൾക്ക് പെൻഷൻ കൊടുക്കുകയല്ലേ, അല്ലേ? ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അല്ല നോക്കൂ, ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുകയാണ്. സ്ത്രീകൾക്ക് ക്ഷേമനിധി പെൻഷൻ തുടങ്ങിയത് എപ്പോഴാണ് തുടങ്ങിയത്? എപ്പോഴാ പെൻഷൻ ഇപ്പൊ കൊടുക്കാൻ തുടങ്ങിയോ? അതായത് ഇപ്പോഴല്ലേ തുടങ്ങിയത്? അതാ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഈ 5 വർഷത്തിന്റെ ഉള്ളിൽ നടപ്പിലാക്കും എന്ന് അതായത് നോക്കൂ, നിങ്ങൾ എങ്ങനെയാണ് അതായത് കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് ഈ ഗവൺമെന്റിനെ തള്ളിവിടുന്ന രൂപത്തിൽ ഒരു കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. എന്ന് പറയുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ ഇവിടത്തേക്ക് തരേണ്ടുന്ന ഫണ്ട് തരാതിരിക്കുന്നു. അങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടയിൽ നിങ്ങളുടെ ഏതെങ്കിലും MLA-ക്ക് കിഫ്ബിയിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ടില്ലേ? നിങ്ങൾ പരിശോധിക്കൂ. കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും പെൻഷൻ ആർക്കെങ്കിലും കിട്ടാതിരുന്നുണ്ടോന്ന് പരിശോധിക്കൂ. കിട്ടിയിട്ടുണ്ട്. അപ്പോ പിന്നെ യുവാക്കൾക്ക് 1000 രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞങ്ങൾ ഇനിയും കൊടുക്കാന്ന് പറയുന്നത്. അതല്ലാതെ എന്താണ് പറയുന്നത്? അപ്പോ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് ജനങ്ങളെ തെരഞ്ഞെടുപ്പിലേക്ക് നേരിടുന്നത്? ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ വികസന കാര്യങ്ങളാണ്. ഇനിയും നടപ്പിലാക്കാൻ പോകുന്ന വയനാട് തുരങ്കപാതയടക്കമുള്ള പദ്ധതികൾ, മെഡിക്കൽ കോളേജുകളുടെ ഇപ്പൊ നോക്കൂ, ഗവൺമെന്റ് ആശുപത്രികളിൽ ട്രാൻസ്പ്ലാന്റ് നടക്കുകയാണ്, അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തുകയാണ്.
അതിനു വേണ്ടിയിട്ടുള്ള ഇത്തരത്തിൽ ഒരു ഗവൺമെന്റ് പരാതികളും പരിമിതികളും ഒക്കെ ഉണ്ട്. അതിന്റെയൊക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങൾ 10 തന്നെ പറയുന്നത്. വർഷത്തെ പരാതികളും പരിമിതികളും ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. ഹോസ്പിറ്റൽ നോക്കാനും പറയുന്നത്, എല്ലാം പറയുന്നത്. ഇതിലെന്താ അർത്ഥം ഇരിക്കുന്നത്? നോക്കൂ, നിങ്ങൾ ഒരു പരാതികളും ഹോസ്പിറ്റലിൽ പോയി നോക്കൂ, കഴിഞ്ഞാൽ മരുന്നില്ല. പരാതികളില്ലാത്ത നിങ്ങൾക്ക് ലോകത്തിൽ എവിടെയെങ്കിലും ഡോക്ടർ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഡോക്ടർമാർ തന്നെ എന്താണ്? പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു മരുന്നില്ല, ഓപ്പറേഷൻ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം ഉത്തരവാദി. ഇതെന്തോ അത്? അങ്ങേക്ക് അറിയുമോ ഇതാണ് എന്നറിയില്ല. വികസനം എന്ന് പറയുന്നത്. അനുമതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാനിതൊരു കാര്യം പറയട്ടെ. നിങ്ങള് അതായത് ഇവിടുത്തെ പൊതു ആരോഗ്യ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് UDF കരുവാവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയുമോ? 43,000 കോടിയാണ് ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനി ഇന്ത്യയിലെ എന്തില് മുതൽ മുടക്കിയിട്ടുള്ള ആരോഗ്യ മേഖല, ആശുപത്രികൾ വിലക്കെടുത്തിട്ടുള്ളത്, ആരോഗ്യ മേഖലയിൽ മുതലിറക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിലെ തന്നെ പ്രധാന ആശുപത്രികളായിട്ടുള്ള കിംസ്, മിംസ്, അതുപോലെ തന്നെ ബേബി മെമ്മോറിയൽ തുടങ്ങിയിട്ടുള്ള ആശുപത്രികൾ ആര് മേടിച്ചിട്ടുണ്ട്? ഇവര് ബ്ലാക്ക് സ്റ്റോൺ മേടിച്ചിട്ടുണ്ട്. ഈ ബ്ലാക്ക് സ്റ്റോൺ മേടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മേടിച്ചിട്ടുള്ളത്? ഇത് വിൽക്കുവാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അതല്ലാതെ ഇത് അവർക്ക് നടത്താൻ വേണ്ടി മേടിക്കുന്നതല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആരോഗ്യ മേഖലയ്ക്കെതിരെ ബോധപൂർവം നടത്തുന്ന പരാതികളുള്ളത്. ഇവിടുത്തെ പ്രൈവറ്റ് ആശുപത്രികളിൽ നടന്നിട്ടുള്ള ഒരു തരത്തിലുള്ള ഇത്തരത്തിലുള്ള അപകടങ്ങളെ കുറിച്ചിട്ടും നിങ്ങൾ ബോധവാന്മാരല്ല. നിങ്ങളൊരു പ്രതിഷേധ സമരമോ ഒരു ചെറുവിരൽ പോലും നിങ്ങൾ അനക്കിയിട്ടില്ല. ഇവിടെ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയും, 43,000 കോടി ബ്ലാക്ക് സ്റ്റോൺ മുതലിറക്കിയിട്ട് അവർ ചെയ്യുന്നത് കുറച്ചു വർഷങ്ങൾ ഇത് നടത്തിപ്പ് നടത്തിയതിനു ശേഷം മറ്റു വലിയ കമ്പനികൾക്ക് ഇത് മറിച്ചു വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അങ്ങനെ നടത്തുന്ന സമയത്ത് കേരളത്തിന്റെ പൊതു ആരോഗ്യ മേഖലയെ തകർക്കുക, അതായത് ഉയർന്നു വരുന്ന നമ്മുടെ സംസ്ഥാനം ആർജിച്ചിട്ടുള്ള നമ്മുടെ ആരോഗ്യ മേഖലയിലെ മികവിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടലുകളാണ് നടക്കുന്നത്. ആ ഇടപെടലുകളിലേക്കാണ് അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ കോൺഗ്രസ് ഭാഗവാക്കാകുന്നത്. നിങ്ങളുടെ യൂത്ത് കോൺഗ്രസുകാരെ കൊണ്ടും KSUക്കാരെ കൊണ്ടും നിങ്ങൾ ഈ ആശുപത്രികളെ കുറിച്ച് നടത്തുന്ന സമരങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ആരോഗ്യ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടിക്കൊടുപ്പ് പ്രവർത്തനമാണ്. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇവിടുത്തെ ആശുപത്രികളിൽ നിങ്ങൾ അറിയുന്നില്ല, അതായത് വൻതോതിൽ അതായത് ചികിത്സാ ചെലവ് കൂടി, മരുന്നുകളുടെ പണം കൂടി. അതായത് 50 രൂപയ്ക്കും 60 രൂപയ്ക്കും പുറത്ത് കിട്ടുന്ന മരുന്നുകൾ ഈ ഹോസ്പിറ്റലുകളിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ 250-300 രൂപയ്ക്കാണ് ഇപ്പോൾ നൽകുന്നത്. ഇത് അവിടുത്തെ ഡോക്ടർമാർ തന്നെ നമ്മളോട് നേരിട്ട് പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത്തരത്തിൽ ഉള്ള വലിയ ഇടപെടലുകളാണ് സാമ്രാജ്യത്വ കമ്പനികൾ ഇവിടെ നടപ്പിലാക്കുന്നത്. അതിന് ചൂട്ടുപിടിക്കുകയാണ് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസുകാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആരോഗ്യ മേഖല ആർജിച്ചിട്ടുള്ള സകല നേട്ടങ്ങളെയും ഇകഴ്ത്തി കാണിക്കുകയും അതിനെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അത് ചെയ്യുന്നത്? ഇത് ഇന്നോ ഇന്നലെയോ അതായത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ ആർജിച്ചെടുത്തിട്ടുള്ള ഒരു നേട്ടത്തിനെയാണ് നിങ്ങൾ തുരങ്കം വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇത്തരത്തിൽ പൊതുജനങ്ങളുടെ മുൻപിലേക്ക് വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു കാര്യങ്ങളും പറയാതെ വെയ്ഗായിട്ടുള്ള കണക്കുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കുന്നതിന് ഇടതു മുന്നണി സജ്ജമാണ്. ജനങ്ങൾ അതായത് ജിജോ അതിനുള്ള ഒരു മറുപടി ഉണ്ടെങ്കിൽ ആ മറുപടി നമ്മൾക്ക് കേട്ടതിന് ശേഷം നമുക്ക് മഞ്ചേശ്വരം മണ്ഡലത്തെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത് ഈ പറയുന്നത് ഈ ഡെയിലി മാധ്യമങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. ഈ നമ്മുടെ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് അവിടെ മരുന്നില്ല. ഇപ്പൊ ഈയിടെ പുതിയ ന്യൂസ് വന്നിരിക്കുന്നത്, അതായത് കോടിക്കണക്കിന് രൂപയുടെ മരുന്നുകൾ എക്സ്പയറി ആയിരിക്കുന്ന മരുന്നുകളാണ് ഗവൺമെന്റ് ആശുപത്രിയിൽ ഉപയോഗിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മരുന്ന് കമ്പനികൾക്ക് ഏകദേശം കോടിക്കണക്കിന് രൂപയാണ് കൊടുക്കാനുള്ളത്. ഇതെല്ലാം ഇതാണ് ആരോഗ്യ മേഖലയിലെ വളർച്ച എന്ന് പറയുന്നത്. നിങ്ങളുടെ പിണറായി വിജയൻ തന്നെ ഇവിടുത്തെ ആരോഗ്യ മേഖല നല്ലതാണെങ്കിൽ പിന്നെ ഇവിടെ തന്നെ ചികിത്സിച്ചാൽ പോരെ? എന്തുകൊണ്ട് അമേരിക്കയിൽ പോകുന്നു? ഇവിടെ എല്ലാം ചികിത്സ ഇല്ലാഞ്ഞിട്ട് വേണം. ഏതെങ്കിലും ഒരു നേതാക്കന്മാർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അന്നേരം അത് അമേരിക്കയിലോട്ട് പോകുന്നു. ഈ പിണറായി വിജയൻ എത്ര പ്രാവശ്യം അമേരിക്കയിൽ പോയി ചികിത്സയ്ക്ക്? എന്നിട്ട് പറയും നിങ്ങൾ ആരോഗ്യ മേഖല വളരെ ഉയർച്ചതാണ്, പുരോഗതിയാണ്. അവിടെ നടക്കുന്ന സംഭവവികാസങ്ങൾ, മരുന്നില്ല, ഡോക്ടർമാർക്കുള്ള സാഹചര്യങ്ങൾ, ചികിത്സിക്കാനുള്ള സാഹചര്യങ്ങളില്ല. എന്നിട്ട് ആരോഗ്യ മേഖലയിൽ നല്ല രീതിയിലാണ് പോകുന്നത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് കാസർഗോഡ് ജില്ലയിൽ നിന്നും വർഷം എത്രയായി? 10 ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്താണ് അവിടെ കാസർഗോഡ് മെഡിക്കൽ കോളേജ് തുടങ്ങിയത്. അതിനുശേഷം ഈ 10 വർഷത്തോളം നിങ്ങൾ എന്ത് പുരോഗമനമാണ് ഉണ്ടായിരിക്കുന്നത്?
അവിടെ ടാറ്റ കൊണ്ട് ആ കോവിഡ് സമയത്ത് ടാറ്റ കൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റല് അവിടെ അവിടെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തോ? അതെല്ലാം ഇടിച്ച് നെരുപ്പാക്കി കളയുകയല്ല ചെയ്തത്. അതുകൊണ്ടാണ് കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾ ഈ ഒരു ചികിത്സയ്ക്കായിട്ട് കർണാടകത്തിൽ പോകുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്ന കർണാടകത്തിൽ. എന്തുകൊണ്ട് പോകുന്നത്? ഇവിടെ ചികിത്സയില്ല, അല്ല അത് ഇവിടെയുള്ള തീർച്ചയായിട്ടും അല്ല ഗവൺമെന്റ് അങ്ങനെ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തരുന്നില്ല. അല്ല അതുകൊണ്ടാണ്. അങ്ങനെയുള്ള നോക്കുമ്പോൾ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നും കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നായിരിക്കും അതിർത്തി പ്രദേശത്തുള്ള മണ്ഡലങ്ങൾ എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത്. ഈ മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഒരു പ്രത്യേകത നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണ് അവിടെ കഴിഞ്ഞ കുറച്ച് 2006 CH കുഞ്ഞമ്പു അവിടെ വിജയിച്ചിട്ടുണ്ട് എന്നൊഴിച്ചാൽ ഒരു പച്ചക്കോട്ടയാണ് ആ മേഖല. നേരിട്ട് BJPയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന മണ്ഡലം ആണ്. അതുപോലെ തന്നെ വളരെ നിസ്സാര വോട്ടുകൾക്ക് BJP പരാജയപ്പെടുന്നത്. ഇപ്പോഴും നേരിട്ട് ഫൈറ്റ് നടക്കുന്നത് BJPയും മുസ്ലിം ലീഗും തമ്മിലുള്ളതാണ്. അതായത് UDFും BJPയും തമ്മിൽ നേരിട്ട് ഫൈറ്റ് നടക്കുന്ന മണ്ഡലത്തിൽ ഒന്നാണ് അത്. ഇത്തവണ BJPക്ക് അവിടെ പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെയുള്ള ഒരു സ്ഥലത്ത് അവിടെ കോർപ്പറേഷന്റെ ഭരണം പിടിച്ചതിന്റെ അത് കേരളം ഒട്ടാകെ അലയടിക്കുന്ന ഒരു സാഹചര്യം, നരേന്ദ്രമോദിയുടെ ഒരു ഭരണ മികവുകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള BJPയുടെ പ്രചാരണം, അത്തരം വികസനങ്ങളും അത്തരം പ്രവർത്തനങ്ങളും കാസർഗോഡിനും മഞ്ചേശ്വരത്തിനും വേണം എന്നുള്ള രീതിയിലുള്ള BJPയുടെ പ്രവർത്തനം. വീണ്ടും സുരേന്ദ്രൻ കളത്തിലിറങ്ങുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ എന്ത് തോന്നുന്നു ശ്രീ ജിജോ? എന്തായിരിക്കും അവിടെ നിന്നുള്ള ഒരു ആ മണ്ഡലത്തിലെ, അതായത് മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ? ഈ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ആരോഗ്യ മേഖലയിലെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ഇവിടെ എയിംസ് വരാൻ തന്നെ കാസർഗോഡ് ജില്ലയിലെ എല്ലാ നേതാക്കന്മാർ, ഈവൻ CPMD ആണെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കന്മാർ എയിംസ് കാസർഗോഡ് ജില്ലയിൽ തന്നെ വേണം, അവിടെ എൻഡോസൾഫാന്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതിനെ ചികിത്സിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ നേതാക്കന്മാരാണ്. എന്നിട്ടും ഒരു എയിംസ് കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ BJPക്കാർ കൊണ്ടുവരാനോ ഒന്നും പറ്റിയിട്ടില്ല. ഇനിയിപ്പം BJP പിന്നെ നമ്മുടെ സുരേന്ദ്രൻ ഇനിയിപ്പം പറയും, സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഇവിടെ കാസർഗോഡ് ജില്ലയിൽ ഞാൻ എയിംസ് കൊണ്ടുവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അതൊരു മാറ്റമായി. അതും പറഞ്ഞുകൊണ്ടാണല്ലോ തൃശ്ശൂർ പിന്നെ എയിംസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി അവിടെ പ്രചരണം നടത്തിയത്. അതുപോലെ എന്തെങ്കിലും ഒരു പട്ടൺ വാഗ്ദാനങ്ങൾ ഇപ്പം സുരേന്ദ്രൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റത്തില്ല നമുക്ക്. BJPയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ BJPക്ക് ഒരു സീറ്റ് ലഭിക്കാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വോട്ടുകൾ CPMന്റെ കയ്യിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? മുമ്പേ അത് സൂചിപ്പിക്കുകയുണ്ടായി അങ്ങനെ വോട്ടുകൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. എനിക്കിപ്പോ വോട്ട് ചെയ്യേണ്ടെന്ന് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ ഈ CPMകാരും എനിക്ക് വോട്ട് ചെയ്യേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് അവരുടെ വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ താല്പര്യമാണ് ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ആരുടെ വോട്ട് വേണേലും ഒരു സ്ഥാനാർത്ഥിക്ക് പറയാൻ വേണേല് എനിക്ക് ഇവരുടെ വോട്ട് വേണ്ടെന്ന്. അപ്പോൾ വോട്ട് ചെയ്യുന്ന ആളാണ് തീരുമാനിക്കേണ്ടത് ആർക്ക് ഞാൻ കുത്തണമെന്നുള്ളത്. അതുകൊണ്ട് പറയാൻ പറ്റും. ഇപ്പോൾ ഇതിനു മുമ്പത്തെ പല തെരഞ്ഞെടുപ്പിലും മഞ്ചേശ്വരത്ത് സംഭവിച്ചിരിക്കുന്നതാണ്. അവിടെ CPM കോൺഗ്രസിന് അനുകൂല മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്ക് UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുത്തിട്ടുണ്ട്. അത് പച്ചയായ സത്യം തന്നെയാണത്. അത് ആർക്കും പറയാൻ പറ്റത്തില്ല. ഇപ്രാവശ്യം അങ്ങനെ സംഭവിക്കുമല്ലോ എന്നപ്പം ഈ പ്രാവശ്യം കുറച്ചുകൂടി അവരടുത്ത CPMഉം BJPയും തമ്മിൽ കുറച്ചുകൂടി അടുത്ത. അപ്പൊ അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും ഒരു മാജിക് കാണിക്കുമല്ലോ എന്ന്. ശ്രീ സൂര്യ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇല്ല, നോക്കൂ, ഇവിടെ കോൺഗ്രസും BJPയും തമ്മിലുള്ള ഐക്യം എന്താണ് എന്നുള്ളത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടു. കേരളത്തിൽ എല്ലാ കാലത്തും കോലി സഖ്യം ഉള്ളതാണ് എന്നുള്ളത് നമുക്കറിയാം. കേരളത്തിൽ ആദ്യമായിട്ട് പിന്നെ അതെ, അതായത് അതൊരു ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്, ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് നടത്തുന്ന നുണപ്രചാരണങ്ങളെ കുറച്ചു കാലം നിങ്ങൾക്ക് ആളുകളെ പറ്റിക്കാൻ പറ്റും. അതാണ് ഇപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ നിങ്ങൾ കണ്ടത്. മറ്റത്തൂരിൽ എന്താണ് സംഭവിച്ചത്? ആരെവിടത്തേക്കാണ് പോയത്? പുൽപ്പള്ളിയിൽ എന്താണ് സംഭവിച്ചത്? അങ്ങനെ അവിടെ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കുക എന്നുള്ളത്, അവിടെ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കുകയും സുരേന്ദ്രനെ ജയിപ്പിക്കുകയും ചെയ്യുക, അതിന്റെ ഗുണം കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിൽ നേടുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്ന കാര്യം. പക്ഷെ അതിനെ ജനങ്ങൾ തിരിച്ചറിയുകയും ജനങ്ങൾ എതിർത്ത് തോൽപ്പിക്കുകയും ചെയ്യും. സുരേന്ദ്രനെ അവിടെ ജയിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അവിടുത്തെ UDFനുള്ളത്, അതായത് കേരളത്തിലെ UDFനുള്ളതാണ്. കേരളത്തിലെ UDF
ഇത്തവണ BJPയെ ചില മണ്ഡലങ്ങളിൽ ജയിപ്പിക്കാം എന്നുള്ള രഹസ്യ ധാരണ, കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഇത്തവണ അധികാരത്തിൽ തിരിച്ചെത്തണം എന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ പല മണ്ഡലങ്ങളിലും കോലീബി സഖ്യമാണ് അവർ നടപ്പിലാക്കുന്നത്. ആ കോലീബി ഈ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ ജയിക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ വോട്ട് കൊണ്ട് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അവർ ടൈറ്റ് മത്സരമാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി അവർക്ക് കേരളത്തിലെ അതായത് ഇഞ്ചോടിഞ്ച് നമ്മളോട് മത്സരിക്കുന്ന ചില മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് വാങ്ങിയിട്ട് അധികാരത്തിൽ വരാമെന്ന് അവർ വ്യാമോഹിക്കുന്നു. അത്തരം കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ജനങ്ങൾ തിരിച്ചറിയുകയും ജനങ്ങൾ എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്യും. ക്രോസ് വോട്ടിംഗ് നടന്നില്ലെങ്കിൽ BJP ജയിക്കുമെന്ന് BJPക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് മഞ്ചേശ്വരം, കാസർഗോഡ്, അതുപോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം. അത് BJPയും മുസ്ലിം ലീഗും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അത് ഉദുമ വരുന്നത് CPM-ഉം കോൺഗ്രസും നേരിട്ട് മത്സരിക്കുന്ന മണ്ഡലം. അവിടെയും വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ. അതുപോലെ തന്നെ കാഞ്ഞങ്ങാടും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത മണ്ഡലം എന്നാണ് ഒരു അനുമാനം. ഗ്രൗണ്ട് റിയാലിറ്റികൾ മാറിമറിയാം. തൃക്കരിപ്പൂർ അതുപോലെ തന്നെ ഒരു ഒരു സ്ട്രോങ് ഫൈറ്റ് നടക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് ഇത്തവണ. ഇതിനു മുമ്പ് CPM-നൊപ്പം നിന്ന മണ്ഡലമാണ്. പക്ഷെ സന്ദീപ് വാര്യർ എന്നുള്ള ഏത് തരത്തിൽ വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് കാണേണ്ടതുണ്ട്. ആ തെരഞ്ഞെടുപ്പ് ആ മണ്ഡലം, അതായത് തൃക്കരിപ്പൂർ മണ്ഡലം ഒരു പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമാണ്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരവും അതുപോലെ തന്നെ തൃക്കരിപ്പൂറും ഒരു പ്രത്യേക ശ്രദ്ധ ക്ഷണിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. ആഷിബയിലേക്ക് കാസർഗോഡ് എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് ഒരു തുടക്കമാകും. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം 3ാം തവണ അധികാരത്തിൽ വരുന്നതിന്റെ തുടക്കം കുറിക്കുക. അവിടെ UDF-ന് നഷ്ടമുണ്ടാകും, അവിടെ LDF-ന് നേട്ടമുണ്ടാകും. അത്ര തന്നെ ഉള്ളൂ. ഒരു ചെറിയ കാര്യം കൂടി ജിജോയോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഈ ആരോഗ്യ മേഖലയുടെ മികവ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ കണക്കാക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു ആശുപത്രിയിലേക്ക് ഓടിച്ചെല്ലാം, അവിടെ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചികിത്സകളും ലഭ്യമാണ്. ഇതിനർത്ഥം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അസുഖത്തിന് കിട്ടുന്ന ഏറ്റവും മികച്ച ചികിത്സ ഇവിടെ ലഭ്യമാണ് എന്ന രൂപത്തിൽ നിങ്ങൾ അതിനെ കാണരുത്. നമ്മൾ എപ്പോഴും ഈ ഇത്തരത്തിൽ കാര്യങ്ങൾ സംസാരിക്കും. എന്തിനാ മുഖ്യമന്ത്രി മാത്രമല്ല, പല ആളുകളും വിദേശത്ത് പോയിട്ട് ചികിത്സ നടത്താറുണ്ട്. ഞാനിപ്പോ കാനഡയിൽ നിന്ന് നാട്ടിൽ പോയിട്ട് ചികിത്സ നടത്താറുണ്ട്. എന്റെ ഭാര്യയുടെ ഓപ്പറേഷൻ നടന്ന നാട്ടിൽ, എനിക്ക് ഫാദർ-ഇൻ-ലോന്റെ ഓപ്പറേഷൻ നടന്ന നാട്ടിലാണ്. അതിനർത്ഥം കാനഡയിൽ അതില്ല എന്നുള്ളതല്ല. നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആകുന്ന ഒരു സംവിധാനത്തിന് വേണ്ടി നമ്മൾ നാട്ടിലേക്ക് ഓടുന്നു. ഇവിടെ താമസമുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾക്ക് ഇവിടെ മികച്ച ചികിത്സ ലഭ്യമാകും. ആ മികച്ച ചികിത്സ, ഒരു ആരോഗ്യ മേഖലയുടെ പുരോഗതി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അസുഖത്തിന് ഒരാൾ വിദേശത്ത് ചികിത്സ തേടുന്നതുമായിട്ടല്ല നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത്. അതായത് ഏത് പഞ്ചായത്തിലും ഏത് ഉൾഗ്രാമങ്ങളിലും ഹെൽത്ത് സെന്ററുകൾ മുതൽ മെഡിക്കൽ കോളേജ് വരെ, അതായത് പഞ്ചായത്തിലെല്ലാം പറയുന്ന ഒരു ജില്ലയിലെ മെഡിക്കൽ കോളേജുകൾ, അങ്ങനെ ഒരു വലിയ ആരോഗ്യ ശൃംഖല ആരോഗ്യ മേഖലയിൽ നമുക്കുണ്ട്. വിവിധ എക്സ്പേർട്സ് ആയിട്ടുള്ള ഡോക്ടർമാരുണ്ട്. ഇപ്പോ കൊച്ചിയിലെ ക്യാൻസർ സെന്റർ നമ്മൾ നിലവിൽ വന്നു. തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന പോലെ തന്നെ വലിയ ക്യാൻസർ സെന്റർ ആണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ അവയവ മാറ്റ ശസ്ത്രക്രിയ നടത്തുവാൻ ഉതകുന്ന രൂപത്തിലേക്ക് സർക്കാർ ആശുപത്രികൾ ഡെവലപ്പ് ആകുന്നു. ഇങ്ങനെയുള്ള ഡെവലപ്മെന്റ്സിനെ നമ്മൾ കാണാതെ നമ്മൾ ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് അത് ചുരുക്കി കൊണ്ടുപോകരുത്. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയുന്നത് ഈ സംവിധാനങ്ങൾ ഏറ്റവും ഗംഭീരമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ വികസനം, നാടിന്റെ വികസനം എന്ന് പറയുന്നത്. അതിനെ മുഖ്യമന്ത്രി അവിടെ ചികിത്സ തേടിയില്ലേ, അതല്ലെങ്കിൽ വേറെ MP ചികിത്സയ്ക്ക്, അങ്ങനെ ചുരുക്കി കാണരുത്. അത് അഭ്യർത്ഥിക്കുന്നു. എന്തായാലും താങ്ക് യു ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക്. MC ന്യൂസിനോടും സഹ പാനലിസ്റ്റുകളോടും ആസാദ് എല്ലാവരോടും നന്ദി പറയുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ജിജോ ജോർജ്, ശ്രീ സൂരജ് ചത്തിപ്പറ്റ, ശ്രീ ആസാദ് ജെൻ, എല്ലാവർക്കും നന്ദി. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.